ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ തരുളു അനുഗ്രഹിക്കൂ. നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ തരുളു അനുഗ്രഹിക്കൂ. ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിയിടുവാൻ. ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിയിടുവാൻ. ആശിഷമായി അയക്കേണമേ ഈ ശിഷ്യരാ ദാസരിന്മേൽ. ആശിഷമായി അയക്കേണമേ ഈ ശിഷ്യരാ ദാസരിന്മേൽ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ തരുളു അനുഗ്രഹിക്കൂ. നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ തരുളു അനുഗ്രഹിക്കൂ. സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയ പോരാ 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 പോരാ. സന്തോഷത്തോടെ ജീവൻ തന്ന കർത്താവിനെ, ആരോഗ്യം തന്ന കർത്താവിന്, നന്മകൾ തന്ന കർത്താവിന് ഇന്ന് രാത്രിയിൽ പിശുക്ക് കൂടാതെ, ആമേൻ ആമേൻ, അല്പം പോലും മനസ്സിൽ പിശുക്കില്ലാതെ ആമേൻ നമ്മെ നിലനിർത്തിയ നല്ല കർത്താവിനെ കാര്യങ്ങളെ ഉയർത്തി ആമേൻ പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ കർത്താവിന്റെ സാക്ഷിയായി നിൽപ്പാൻ ആദ്യമായി ഈ മേനകളും ദേശത്തിന്റെ ഈ മണ്ണിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വിശുദ്ധമായ വചനം വിളംബരം ചെയ്യുവാൻ സർവശക്തനായ ദൈവം അടിയുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല അവസരത്തിന് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. ഇവാഞ്ചലിക്കൽ ഗ്രേസ് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച് മേൻകുളം ഈ സുവിശേഷ മഹായോഗത്തിന്റെ 2ാം രാത്രിയിൽ എന്റെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കി തന്ന ആദ്യ പദവിക്കായി ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. ആമേൻ. ഇന്ന് രാത്രിയിൽ അധ്യക്ഷ പദവി അലങ്കാരം ചെയ്യുന്ന JP ബോവസ് പാസ്റ്ററോടും അതോടൊപ്പം തന്നെ ഇവിടെ സഭാ ശുശ്രൂഷനായിരിക്കുന്ന സുരേഷ് പാസ്റ്റർ എനിക്കിങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന പ്രിയ കുര്യൻ സാമുവൽ ബാസ് പള്ളിപ്പാടിനുള്ള നന്ദി സ്നേഹത്തെയും ഈ തരുണത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഈ ശബ്ദസീമയിൽ ഞങ്ങളെ ശ്രവിക്കുന്ന ഈ ദേശത്തെ പ്രബുദ്ധരായ ദേശനിവാസികളോടും വ്യാപാര സ്ഥാപനങ്ങളിൽ ബിസിനസ് നടത്തുന്ന ആമേൻ ഞങ്ങളുടെ സഹോദരങ്ങളോടും എല്ലാവരോടും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ വിനീതമായ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. പ്രിയരെ, പറഞ്ഞു കേട്ടതുപോലെ എൻ്റെ പേര് സാമൂനി എന്നാണ്. എൻ്റെ സ്വദേശം മാവേലിക്കര താലൂക്കിൽ നൂർനാട് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് എൻ്റെ ഭവനം എന്ന് പറയുന്നത്. കത്തോലിക്ക പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നുവെങ്കിലും എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും കർത്താവിനെ അറിഞ്ഞ് എനിക്ക് പെന്തിക്കോസ്ത് കുടുംബത്തിൽ ജനിപ്പാനുള്ള ഒരു ഭാഗ്യം ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകി തന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. 6 വർഷം മക്കൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് വൈദ്യശാസ്ത്രം വിധി എഴുതിയ സ്ഥാനത്ത് മച്ചി എന്ന് മുദ്രകുത്തി വീട്ടുകാരും നാട്ടുകാരും സ്വന്തക്കാരുമൊക്കെ എൻ്റെ മാതാവിനെ തള്ളിപ്പറഞ്ഞ ഒരു നിമിഷം എൻ്റെ ഒരു ചരിത്രത്തിലുണ്ട്. എന്നാൽ 6 വർഷം നിലവിളിലൂടെ കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയ എൻ്റെ മാതാവ് 6ാം വർഷത്തിൽ നവംബർ മാസം 21-ാം തീയതി ഞാൻ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണു. സാധ്യതകളൊന്നുമില്ല. വൈദ്യശാസ്ത്രം വിധി എഴുതി ഇനി ഇല്ല, തീർന്നു, മരവിച്ചതാ. എന്നാൽ മരവിച്ചു എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഒരു കാമ്പ് മുളച്ചു വരുന്നത് പോലെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഒരു ജീവനായി ഞാൻ ജീവന്റെ തുടുപ്പ് പ്രാപിച്ചുവെങ്കിൽ ഇന്ന് ഞാൻ വളരെ വ്യക്തമായി ഈ ദേശത്തോട്, ഇവിടെയുള്ള ദൈവജനത്തോട്, ദൈവസഭയോട്, എൻ്റെ സ്നേഹിതന്മാരോട്, എൻ്റെ കൂട്ടുവേലക്കാരോട്, എന്നെ ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളോട് എനിക്ക് വിളിച്ചു പറയാനുള്ളത്, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ഒരു അത്ഭുതമാണ്. ഞങ്ങൾ സുവിശേഷിക്കുന്ന ഈ സുവിശേഷം ഒരു അത്ഭുതമാണ്. അത് ഏറ്റെടുക്കുന്നവർക്ക് വേണ്ടി അത് ദൈവശക്തിയായി വ്യാപരിക്കാൻ പോകുക. ഞാൻ ഇന്ന്
രാത്രിയിൽ ഉറപ്പായും വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ പുത്രനായ കർത്താവ് നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ. വിശ്വസിക്കുന്നവരുടെ നടുവില ദൈവപ്രവൃത്തി ആമേൻ നടക്കുന്നത്. ആമേൻ. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമുള്ളത് എൻ്റെ സഹപാഠിയും എൻ്റെ സ്നേഹിതനുമായ പാസ്റ്റർ സാമ റോബിനാണ് ഇന്ന് ഈ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. പ്രിയപ്പെട്ടവനോട് കൂടെ ഇന്ന് ഈ വേദി പങ്കിടുവാൻ കഴിയുന്നതും അതിയായ സന്തോഷമുണ്ട്. പ്രിയരെ, ഇതെല്ലാം ദൈവത്താൽ സംഭവിച്ചു. അത് ആശ്ചര്യമായിരിക്കുന്നു. ആമേൻ. മറ്റൊന്നും എനിക്ക് പറയുവാനില്ല. ആമേൻ. ദൈവം നമ്മെ കൊണ്ടുവന്നതാ. ആമേൻ. ഞാൻ വന്നതല്ല. ആമേൻ. ദൈവം നമ്മെ കൊണ്ടുവന്നതാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ വന്നത് വെറും കൈയോടെയാണെങ്കിൽ മടങ്ങിപ്പോകുന്ന ചില പ്രാപിച്ചുകൊണ്ട് വേണം പോകാൻ. കർത്താവേ, ഞങ്ങൾ വന്നത് ആമേൻ ശൂന്യമായ ഒരു ഹൃദയത്തോടെ ആയിരിക്കാം, ഭാരപ്പെടുന്ന ഒരു ഹൃദയത്തോടെ ആയിരിക്കാം. ഞങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ ചില നന്മകൾ പ്രാപിച്ച, ആമേ ചില വിടുതലുകൾ പ്രാപിച്ച, ആമേ ചില ഭാരങ്ങൾ ഒഴിഞ്ഞു മാറി, ആമേ ഒഴിഞ്ഞ കുട്ട നിറഞ്ഞതുപോലെ ആമേ നിറവിന്റെ അനുഭവത്തിലൂടെ മടങ്ങിപ്പോകുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിപ്പാൻ എത്ര പേരുണ്ട്? നമ്മുടെ കണ്ണുകളെ ദൈവം സംഘടിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ നിത്യനുമാകും ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ രാത്രി ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്ത് വരികയാണ്. ശുശ്രൂഷിപ്പാൻ അടിയനെ ബലപ്പെടുത്തുമാറാകണമേ. കേൾവിക്കാരാങ്ങളുടെ മക്കളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ദേശത്തെ അനുഗ്രഹിക്കണമേ. ആമേ പെരുവെള്ളത്തിന് ഇരച്ചി പോലെ ദൈവശബ്ദം ആമേ ഈ ദേശത്ത് അലയടിക്കുമാറാകണമേ. അനേക പാപികൾ മാനസാന്തരപ്പെടുവാൻ, അനേക രോഗികൾ സൗഖ്യമാകുവാൻ, ആമേ അനേക സാമ്പത്തികമായ കെടുതി അനുഭവിക്കുന്നവർ അതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ, കുടുംബ ബന്ധങ്ങൾ തകർന്നവർ കർത്താവ് കുടുംബ ബന്ധങ്ങൾ പവിത്രമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സ്വർഗത്തിലെ കർത്താവ് സഹായിക്കുമാറാകണമേ. ദേശത്തെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇതിന്റെ സകല സംവിധാനങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ ഞങ്ങൾ കൂടി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുക. സ്തോത്രം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അല്പസമയ വേദചിന്തയ്ക്കായി ആമേൻ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വേദഭാഗങ്ങൾ ആമേൻ ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ച് സഹായിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വേദഭാഗങ്ങൾ. മൈക്കൊന്ന് കൊടുക്കാമോ? ദൈവമക്കൾ അല്പസമയം സ്തോത്രം ചെയ്താൽ മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബേഥാനിയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയയായിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരനായ ലാസർ ആയിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു, കർത്താവെ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. മതി. നമുക്കറിയാം ഈ തിരുവചന ഭാഗം ലാസർ എന്ന് പറയുന്ന യേശു കർത്താവിന് ഏറ്റവും പ്രിയനായ ഒരു സഹോദരനായിരുന്നു. മാർത്തയും മറിയയും അതിനേക്കാൾ പ്രിയമായവരായിരുന്നു. എന്നാൽ ഈ ലാസർ മരിച്ചെന്നറിഞ്ഞ് കർത്താവ് തന്റെ ശിഷ്യന്മാരോടൊപ്പം ഇരുന്നിടത്ത് തന്നെ ഇരുന്നു. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിന്നിടത്ത് തന്നെ നിന്നു. അവിടുന്ന് ചലിച്ചില്ല. പക്ഷേ ഇത് നാം അറിയുകയായിരുന്നെങ്കിൽ നമ്മൾ ആരെയൊക്കെ വിളിക്കുമായിരുന്നു? അടുത്ത ചർച്ചക്കാരെ വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും. ഇന്നത്തെ യുഗം അതാണല്ലോ. പക്ഷേ അവൻ ആ വാർത്ത അറിഞ്ഞിട്ട് യേശു കർത്താവ് അവരോടൊപ്പം തന്റെ ശിഷ്യന്മാരോടൊപ്പം അവിടെ തന്നെ നിന്നു. എന്നാൽ ആ വാർത്ത അത്ര രസകരമായ വാർത്തയല്ല. അത് വളരെ ദുഃഖമുളവാക്കുന്ന വാർത്തയാണ്. തന്റെ സഹോദരമായ മാർത്തയ്ക്കും മറിയത്തിനും അവന്റെ സ്വന്തം സഹോദരൻ പ്രിയപ്പെട്ടവൻ മരിച്ചു എന്നത് ഒട്ടും അവർ ഹൃദയത്തിന് ഉൾക്കൊള്ളുവാൻ കഴിയാത്തതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്റെ പ്രിയപ്പെട്ടവര്, എന്റെ പിതാവിന്റെ മൂത്ത സഹോദരൻ കഴിഞ്ഞ ശനിയാഴ്ച വെളുപ്പിനെ ഈ ലോകത്തോട് വിട പറഞ്ഞു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അതിന്റെ ഫ്യൂണറൽ സർവീസ് കഴിഞ്ഞത്. എന്റെ ഹൃദയത്തെ ഏറ്റവും കൂടുതൽ ഭീതിപ്പെടുത്തിയ, ഭയപ്പെടുത്തിയ, എന്റെ ഹൃദയത്തിന് താങ്ങാൻ കഴിയാത്ത ദുഃഖം എനിക്കുണ്ടായി. ഞാൻ പലപ്പോഴും ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ചിന്തിക്കാറുണ്ട്, കർത്താവേ,
എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതുപോലെയൊന്നും അങ്ങ് ഉയർത്തെഴുന്നേൽപ്പിക്കണമേ എന്ന് ഞാൻ പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ഇവിടെ നാം നോക്കുകയാണെങ്കിൽ ഈ ലാസർ ആമേൻ കുടുംബം അല്ലെങ്കിൽ തന്റെ സഹോദരിമാർ കർത്താവിനെ ഏറെ സ്നേഹിച്ചവരാ. അതുപോലെ കർത്താവും എന്ത് ചെയ്തു? ഈ ലാസറിനെയും തന്റെ സഹോദരിമാരെയും ഒരുപോലെ സ്നേഹിച്ചു. നമുക്കറിയാം ആമേൻ യേശു കർത്താവിന്റെ കാൽ കഴിയ ഒരു സഹോദരിയ ഏറ്റവും വിലയുള്ള പരിമള തൈലം കൊണ്ട് യേശു കർത്താവിന്റെ കാൽ കഴുകിയ ആ പ്രിയപ്പെട്ടവളെ ഒരിക്കലും കർത്താവിന് മറക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, നമുക്ക് ജീവൻ തന്ന നമുക്ക് ആരോഗ്യം തന്ന നമ്മെ വിടുവിച്ച ആരോഗ്യമുള്ള തലമുറ തന്ന അവരെ അനുഗ്രഹിച്ച അവർക്ക് നല്ല വിദ്യാഭ്യാസം തന്ന ഇത്ര സംവിധാനങ്ങളൊക്കെ ഈ ഭൂമിയിൽ കർത്താവ് നമുക്ക് ഒരുക്കി തന്ന ആ കർത്താവിനെ നമുക്ക് മറക്കുവാൻ കഴിയുമോ? ചോദ്യം നമ്പർ 1. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ പറഞ്ഞ കർത്താവേ, ഞാൻ അങ്ങേ മറന്നിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കണമേ. ദേശമേ, ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവ് ആരാണെന്ന് ഇന്ന് രാത്രി ഒന്ന് പരിചയപ്പെടുത്തിയതിനു ശേഷം ഈ തിരുവചന ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാം. 2025 വർഷങ്ങൾക്ക് മുമ്പ് കന്യകയിൽ പൂജാതനായ ഒരു യേശു കർത്താവിനെ ലോകം മുഴുവൻ വാഴ്ത്തിപ്പാടുന്നു. എന്നാൽ അവന്റെ തിരുപ്പിറവി ഡിസംബർ 25 ലോകം മുഴുവൻ ആഘോഷിക്കുമ്പോഴും ഞാനും അത് വിശ്വസിക്കുക. കാര്യം ലോകം മുഴുവനും അത് ഏറ്റെടുത്തിരിക്കുക. എന്നാൽ അവന്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും ഈ ഭൂമിക്ക് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് അതൊരു അത്ഭുതമായിരുന്നു. അവൻ പള്ളിയിൽ പ്രസംഗിക്കുന്നത് കേട്ടപ്പോ തന്നെക്കാൾ പ്രായമുള്ളവരോട് ഉപദേശിക്കുന്നത് കേട്ടപ്പോ ഉപമകളാൽ സംസാരിക്കുന്നത് കേട്ടപ്പോ തന്റെ ജീവിതത്തിൽ ആ ഉപവാസ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ഉപവാസത്തിന്റെ നാൾവഴിയിലൂടെ ഇറങ്ങി വരുമ്പോ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടവനായ ക്രിസ്തു അവിടെയും അവൻ പരാജയനായില്ല. എന്നാൽ പഴയേക്ക് വരുമ്പോ യേശു ചെയ്ത ഒന്നാമത്തെ അത്ഭുതം സന്തോഷപരമായ ഒരു കുടുംബം അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോ ദുഃഖം വേറാൻ നിറഞ്ഞ നിമിഷത്തിൽ അവനൊരു അത്ഭുതം ചെയ്തു. അതായിരുന്നു അവന്റെ ഒന്നാമത്തെ അത്ഭുതം. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദേശനിവാസികളോട് എനിക്ക് പറയുവാനുള്ളത്, ഞാൻ പ്രസംഗിക്കുവാൻ പോകുന്ന എന്റെ വിഷയം എന്ന് പറയുന്നത് യേശു കർത്താവിന്റെ അത്ഭുതമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞിട്ട് വിടിയിരിക്കുന്ന ആർക്കും ഒരു അനക്കമില്ല. അങ്ങനെയെങ്കിൽ ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയുന്നു, എന്റെ മെയിൻ സബ്ജക്ട് എന്ന് പറയുന്നത് ഇന്ന് ഞാൻ ഇവിടെ ശുശ്രൂഷിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിയോഗം തന്ന ഒരു വിഷയമാണ് യേശു കർത്താവിന്റെ അത്ഭുതം. അങ്ങനെ ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർ മാറോട് കൈ നിറച്ചിട്ട് സന്തോഷത്തോടെ വിശ്വാസത്തോടെ പറ, കർത്താവേ, ഇന്ന് രാത്രിയിൽ നീ എന്റെ കുടുംബത്തിന്, ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ദേശത്തിന്, എന്റെ തലമുറയ്ക്ക് ഒരു അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ സത്യമായി വിശ്വസിക്കുന്നു കർത്താവേ എന്ന് മാറോട് കരത്തിന് ബലക്കുറവില്ല എങ്കിൽ ചേർത്ത് പിടിച്ചിട്ട് പറ, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ അത്ഭുതം ചെയ്യും. ഈ ലാസർ അറിഞ്ഞ വാർത്ത കേട്ട് മാർത്തയും മറിയും ഒക്കെ വിചാരിച്ചത് എന്താണെന്നറിയാമോ? അവനെ കാണുവാൻ അല്ലെങ്കിൽ അവന്റെ ഭവനത്തിനകത്തേക്ക് യേശു കർത്താവ് വേഗത്തിൽ വരുമെന്ന അവർ ചിന്തിച്ച. പക്ഷേ അവരുടെ മാനുഷികമായ ചിന്താഗതികളെ എല്ലാം യേശു കർത്താവ് അമ്പാടെ വെട്ടിക്കളഞ്ഞു. നിങ്ങൾ നോക്കണം, ഈ മാർത്തയും മറിയും വളരെ ദുഃഖം പേറി ഇരിക്കുമ്പോ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് എവിടേക്ക് പോകാം? ലാസറിന്റെ ഭവനത്തിലേക്ക് പോകാം. കർത്താവ് പറഞ്ഞൊരു ഭാഗമുണ്ട്, അവൻ ഉറങ്ങുകയാ, നമുക്ക് അവനെ ഉണർത്താം. എന്നാൽ ശിഷ്യന്മാരും സമൂഹവും ചിന്തിച്ചെന്താ? അവൻ ഗാഢമായ നിദ്രയില, അവനെ ഉണർത്താൻ പോവുക. ഒരു ശിഷ്യൻ പറഞ്ഞു, നമുക്കും അവനോടൊപ്പം മരിക്കാം, നമുക്ക് പോകാം. പക്ഷേ യേശു കർത്താവ് വരുന്നത് കണ്ട് അവന്റെ സഹോദരി അവനെ എന്ത് ചെയ്തു? എതിരേറ്റു. കർത്താവ് അവിടെ നിന്നു. കർത്താവിനോട് പറയുന്ന കുറെ ആവലാതികളുണ്ട്. ഇന്ന് രാത്രിയിൽ സമൂഹമേ, ദേശമേ, സഭയെ, എന്റെ ദൈവമക്കളെ, ദൈവദാസന്മാരെ, നമ്മൾ പല ആവലാതികളും ആരോട് പറയാറുണ്ട്? ദൈവത്തോട് പറയാറുണ്ട്. പല പ്രാർത്ഥനകളിൽ നമ്മൾ ദൈവത്തോട് നമ്മുടെ ആവലാതികൾ പറയാറുണ്ട്. ഇന്ന് രാത്രി ആവലാതി പറയുവാനല്ല ഞാനും നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. ആവലാതിയുടെ കണക്കിന്റെ പട്ടിക നിരത്തുവാനല്ല നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്.
നമുക്ക് ജീവൻ തന്ന് നമ്മെ രക്ഷിച്ച ആ അരിമനാഥന്റെ നാമത്തെ ഉയർത്തുവാൻ ആമേൻ തന്മയത്തോടെ തന്മയത്തോടെ ആമേൻ വിശ്വാസത്തോടെ അറിയിച്ച ദൈവമക്കളെ, ഇന്ന് രാത്രി നിങ്ങൾ പറയണം, എന്നെ എതിരേക്കുന്ന ഒരു ദൈവമുണ്ട്. യെസ്, എന്നെ എതിരേക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ എൻ്റെ ഒരു അനുഭവ സാക്ഷ്യം നിങ്ങളോട് പറയാം. അമ്മേ 2011 എന്റെ അമ്മ +1 പഠനമൊക്കെ കഴിഞ്ഞ് ഒരു വർഷം ഞാനിങ്ങനെ വാഹനമൊക്കെ ഓടിച്ച് ഇങ്ങനെ ടാക്സി ഫീൽഡിൽ നടക്കുന്ന ഒരു കാലം. ആമേൻ. എനിക്ക് തിരുവനന്തപുരം എന്ന് പറയുന്ന ഈ ഭൂമി അല്ലെങ്കിൽ ഈ സ്ഥലം അത്ര പരിചയമില്ലാത്ത സ്ഥലമൊന്നുമല്ല. ഒരുപാട് അനവധി രാത്രികളിൽ ഈ പട്ടണത്തിൽ ഞാൻ വന്നിട്ടുണ്ട്. മറ്റു വേറൊരു പരിപാടിക്കുമല്ല കേട്ടോ, ഉപജീവന മാർഗത്തോടുള്ള ബന്ധത്തിൽ കടന്നു വന്നതാ. എന്നാൽ ഞാൻ ചില സമയങ്ങളിൽ ഇങ്ങനെ ദൈവത്തിൽ നിന്നും അകന്നു പോകാനിടയായി തീർന്നു. ദൈവത്തിൽ നിന്ന് അകന്നു പോകുക എന്ന് പറഞ്ഞാൽ 6 വർഷം മക്കളില്ലാതിരുന്നു ഒരു പെറ്റമ്മ അല്ലെങ്കിൽ ഒരു സഹോദരി, ഒരു അമ്മ ഇരുന്ന് കരഞ്ഞ് കണ്ണീരൊഴുക്കി എൻ്റെ ഒരു ബലം. എൻ്റെ അമ്മയുടെ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ അന്ന് പറയുമായിരുന്നു, എൻ്റെ അമ്മയുടെ പൊട്ട ബുദ്ധിക്ക് അമ്മ എന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചത്. പക്ഷെ ഇന്ന് ഞാൻ പറയും, എൻ്റെ അമ്മ പൊട്ട ബുദ്ധിക്കല്ല അമ്മയെ കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പിച്ചത്. ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ചില ആവേശം കൂടുതലാണ് കേട്ടോ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോ. ഒരു ദിവസം വൈകുന്നേരം ഞാൻ എൻ്റെ ഉപജീവന മാർഗം കഴിഞ്ഞ് എൻ്റെ ഭവനത്തിലേക്ക് കയറി ചെല്ലുമ്പോ എൻ്റെ മൂത്ത സഹോദരൻ പറഞ്ഞു, എടാ നിന്റെ അമ്മയ്ക്ക് വേണ്ടി നീ പോയിരുന്നു പ്രാർത്ഥിക്ക്. അപ്പം ആ സമയത്തൊക്കെ ഞാൻ അല്പമൊന്നും പിന്മാറ്റത്തില്ല. പക്ഷേ ഞാൻ എൻ്റെ മൂത്ത സഹോദരനോട് പറഞ്ഞത് ഇപ്രകാരമാ, സഹോദര, എന്റെ ചേട്ടാ എന്താ പറ്റി, നീ നിന്റെ ഭവനത്തിലേക്കൊന്ന് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോ എന്റെ അമ്മ ഇങ്ങനെ കട്ടിലിൽ കിടക്കുക. അതിനു ചുറ്റും എന്റെ സഹോദരന്മാർ, എന്റെ പിതാക്കന്മാരുടെ സഹോദരന്മാർ, സഭാവിശ്വാസികൾ, സഭയുടെ പാസ്റ്ററൊക്കെ വന്നിരുന്നു കരഞ്ഞു പ്രാർത്ഥിക്കുക. അത് കാണുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എന്റെ അമ്മ മരിച്ചുപോയെന്നാ. പിന്നീട് ഞാൻ ചോദിച്ചു എന്ത് പറ്റി? ഇവരാരും ഒന്നും പറയുന്നില്ല. പിന്നീട് എന്റെ അമ്മ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞപ്പോ പറഞ്ഞു, മോനെ എനിക്ക് ക്യാൻസർ ആണ്, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ മമ്മി എന്നോട് പറഞ്ഞപ്പോ എന്റെ ചങ്കൊന്ന് പൊടിഞ്ഞു. ഞാൻ എന്റെ കർത്താവിനോട് മുട്ടുകുത്തി പറഞ്ഞത്, കർത്താവെ, ഞാൻ നിമിത്തമാണ് എന്റെ അമ്മയ്ക്ക് ഈ മാറാവ്യാധി വന്നതെങ്കിൽ കർത്താവെ, മനുഷ്യരുടെ മുമ്പിൽ മുട്ടുമടക്കാത്ത എന്നെ നിന്റെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കുക. നിന്റെ നാമത്തിന് വേണ്ടി ഞാൻ ഇറങ്ങുവാൻ തയ്യാറാ. എന്റെ അമ്മയ്ക്കൊരു വിടുതൽ വേണം. ഞാൻ ഒന്നും നോക്കിയില്ല. എന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. 2 ദിവസം കഴിഞ്ഞ് എന്റെ ഭവനത്തിൽ കയറി വരുമ്പോ എന്റെ സഭാ ശുശ്രൂഷ എന്ന പാസ്റ്റർ പറഞ്ഞു, മോനെ, നീ ഇങ്ങനെ പോരാ, നീ കർത്താവിന്റെ നാമവുമായി ഇറങ്ങണം. എനിക്ക് അല്പം ഒരു ഭാരം ഉണ്ടായിരുന്നു. അല്പം ഒരു വേദന ഉണ്ടായിരുന്നു. എന്റെ അമ്മയുടെ സാഹചര്യം ഇങ്ങനെയാ. പക്ഷെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഹിന്ദു ചെയ്തു. ആ നിമിഷമാണ് ഞാൻ ബഥേൽ ബൈബിൾ കോളേജിലേക്ക് പഠനത്തിനായി കടന്നു പോകുന്നത്. ഫോം എല്ലാം ഫില്ല് ചെയ്തു. അതിന് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോ ഞാൻ അന്നത്തെ എന്റെ ഭവനത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്നെ ഒരു ബൈബിൾ കോളേജിൽ വെച്ച് വിട്ട് പഠിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നുമില്ല. പക്ഷേ ദൈവം ഒരു കുടുംബത്തെ എനിക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ചു. അപ്പൊ ഞാൻ ഒന്നും കൂടെ ഉറപ്പിച്ചു, ഇത് ദൈവത്തിന്റെ പദ്ധതിയാ. ഞാൻ എന്റെ സാമാ റോബിൻസ് പാസ്റ്ററൊക്കെ അറിയാം. ഞാൻ കോളേജിൽ ചെല്ലുമ്പോൾ ആദ്യം പറഞ്ഞ ഒരു പ്രാർത്ഥനാ വിഷയം ഇതാണ്, എന്റെ അമ്മയ്ക്ക് ക്യാൻസറാ, നിങ്ങൾ സഹോദരങ്ങളെ പ്രാർത്ഥിക്കണം. എന്നാൽ 8 മാസം കഴിഞ്ഞപ്പോ എന്റെ അമ്മയ്ക്ക് ദൈവം പരിപൂർണമായ സൗഖ്യം നൽകി. അന്ന് RCCയിലാണ് അമ്മ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. 6 കീമോതെറാപ്പികൾ ചെയ്തു. കണ്ടാൽ ജനിച്ചു വീണ ഒരു കുഞ്ഞിനെ പോലെ എന്റെ അമ്മ പ്രാകൃതമായി. എന്നാൽ ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്, മരിച്ച ലാസറിന്റെ ഭവനത്തിലേക്ക് കർത്താവ് എഴുന്നള്ളിന് പോലെ കർത്താവിൽ വിശ്വസിക്കുന്ന ദേശമേ, ദൈവജനമേ, എന്റെ അഭിഷക്തന്മാരെ, എനിക്ക് നിങ്ങളോട് വിളിച്ചു പറയുവാനുള്ളത്, കർത്താവിന്റെ കരങ്ങളിൽ നിന്ന് സമർപ്പിക്കാൻ തയ്യാറായ ഇന്ന് ഈ രാത്രിയിലും എനിക്കും നിങ്ങൾക്കും വേണ്ടി അത്ഭുതം ചെയ്യുവാൻ എന്റെ കർത്താവ് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവമക്കളെ, ഞാൻ പറയാ, എന്റെ അമ്മ ഇന്നും ജീവനോടുണ്ട്. എന്റെ ഭവനത്തിലുണ്ട്. ഞാൻ വിളിച്ചു പറയുന്നത്, കല്ലറയുടെ നടുവിൽ ഇറങ്ങി വന്ന ഒരു കർത്താവ് ഇന്ന് ഈ മേനംകുളം ദേശത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. കർത്താവിന്റെ ജീവിത ചരിത്രം എന്ന് നാം നോക്കിയ തിരുവചനങ്ങൾ അത്ഭുതങ്ങളുടെ പരമ്പരയാ. ഞാന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ യേശു കർത്താവ് അത്ഭുതങ്ങൾ നടത്തിയത് അവരുടെ ശക്തി പ്രകടനത്തിനല്ല. ആണോ?
അല്ല. നമ്മൾ ഈ സുവിശേഷ മഹായോഗം വെച്ചേക്കുന്നത് നമ്മുടെ ശക്തി പ്രകടനമല്ല. ആമേൻ. അവന്റെ ശക്തി പ്രകടനമല്ല, ഇത് ദൈവപ്രവൃത്തിയുടെ ആരംഭമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കൺവെൻഷൻ എന്ന് പറയുന്നത് ആമേൻ പെന്തിക്കോസ്തിന്റെ ശക്തി പ്രകടനമല്ല, ഇത് ദൈവപ്രവൃത്തിയുടെ ആരംഭത്തിന്റെ ഒരു സൂചനയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പ്രഖ്യാപിക്കുക, ഇതൊരു ശക്തി പ്രകടനമല്ല, ഇത് ആമേൻ അത്ഭുതത്തിന്റെ തുടക്കമാണ്. ഈ യേശു കർത്താവിന്റെ സന്നിധിയിൽ ആമേൻ ഈ സഹോദരി ഓടി വരിക. ആമേൻ. മാർത്ത ഓടി വന്ന് അവരോട് എന്ത് ചെയ്തോ? കാര്യങ്ങളൊക്കെ പറഞ്ഞു. നീ അല്പം നേരത്തെ വന്നായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ല. നിങ്ങൾ നോക്കണം. ആമേൻ. അല്പം കഴിഞ്ഞ ഈ മാർത്ത വന്ന് മറിയോട് പറയുക, എടി കൊച്ചമ്മേ, അല്ലെങ്കിൽ എടേ മോനെ, ആമേൻ യേശു വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ആമേൻ മറിയ അവിടുന്ന് എഴുന്നേറ്റ് ഓടുന്നത് കണ്ട് ചുറ്റും നിന്ന പുരുഷാരം വിചാരിച്ചത് ലാസറിനെ അടക്കിയ കല്ലറയിലേക്ക് ആരോടുകയ? ഹലോ ഹലോ മറിയ ഓടുകയാണെന്നാ വിചാരിച്ചത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഇന്ന് രാത്രി വിളിച്ചു പറയാനുള്ളത്, അനേക കല്ലറകൾ ഇന്ന് അടഞ്ഞു കിടപ്പുണ്ട്. അനേക പ്രഭുക്കന്മാരുടെ കല്ലറകൾ നടന്നു കിടപ്പുണ്ട്. അനേക പാണ്ഡിത്യമുള്ളവരുടെ കല്ലറകൾ നടന്നു കിടപ്പുണ്ട്. അനേക വ്യക്തി ജീവിതങ്ങളുടെ സാമ്രാജ്യങ്ങളുടെ കല്ലറകൾ നടന്നു കിടപ്പുണ്ട്. എന്നാൽ അവരുടെ കല്ലറയുടെ മുമ്പിൽ വന്നതുപോലെ അല്ല. നമുക്കറിയാം, ചില വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ ആമേൻ നാമതേ ക്രൈസ്തവർ എന്ത് ചെയ്യും? കല്ലറകളിൽ പോയി പ്രാർത്ഥിക്കും. ആമേൻ. അവിടെ മെഴുകുതിരി കത്തിക്കും. അവിടെ എന്ത് ചെയ്യും? പുഷ്പങ്ങൾ അർപ്പിക്കും. പക്ഷേ നമുക്ക് അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് കർത്താവിന് നന്ദി പറയുക. ആമേ ഇല്ല എങ്കിൽ ആമേ ഇന്നും നമ്മൾ എവിടെ പോയി ആമേ കത്തിച്ചേനെ? ആമേ ഇന്നും നമ്മൾ മെഴുകുതിരി കത്തിച്ചേനെ. നമ്മളെ പാരമ്പര്യം വിടില്ലായിരുന്നു. പക്ഷേ ആമേ യേശു കർത്താവ് ആമേ ലാസറിന്റെ ഭവനത്തിൽ വരുന്നത് കണ്ട് ആമേ ചുറ്റും നിന്ന പുരുഷാരം മറിയോടൊപ്പം ഓടി. ഇന്ന് രാത്രിയിൽ ആമേ പിശാച് ഓടിക്കുന്നിടത്തോട്ടല്ല നീ ഓടേണ്ടത്. ആമേ ദൈവം പറയുന്നിടത്തേക്ക് നീ ഓടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ മറിയ ഓടുന്നിടത്ത് ആരോടി? ചുറ്റും നിന്ന പുരുഷാരം ഓടി. അവിടെയൊക്കെ ആമേ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക. ആമേ ചെന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ ആമേ കർത്താവ് ഈ രണ്ട് സഹോദരിമാരുടെ മുഖത്തേക്ക് നോക്കി. അടുത്തിരിക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കി. നല്ല ഭംഗിയുണ്ടല്ലേ? ആമേ. എന്റെ കണ്ണാടികളുണ്ട്, കണ്ണാടി മിസ്സായി പോയി. ആമേ. ചിലരുടെ മുഖമൊന്നും എനിക്ക് പിടിക്കുന്ന പോലുമില്ല. പക്ഷെ നിങ്ങൾ അല്പം ഒന്ന് ആമേ നിങ്ങൾ അടുത്തിരിക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കിയേ. ഹല്ലേലൂയ. ചിലരുടെ മുഖം കാണാൻ നല്ല ഭംഗിയാ, ചിലരുടെ മുഖം കണ്ടാൽ കടന്തൽ കുത്തി പോലെ ഇരിക്കും. ആമേ. ദൈവത്തിന്റെ സന്നിധി ആമേ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേ. ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷത്തോടെ ഇരിക്കണം. ആമേ. അങ്ങനെ ആമേ കർത്താവ് ഈ രണ്ട് സഹോദരിമാരുടെ മുഖത്തേക്ക് നോക്കിയപ്പോ അവരെ കണ്ണുനീർ വീഴുന്നത് കണ്ട് കർത്താവിന്റെ ഉള്ളം ഒന്ന് കലങ്ങി. ആമേൻ. പ്രിയപ്പെട്ടവരെ, ദേശമേ, ആമേൻ, കർത്താവിൽ വിശ്വസിച്ച ആ കർത്താവിന്റെ പാദപീഠത്തിൽ നിന്ന് കരയുവാൻ ഞാനും നിങ്ങളും തയ്യാറാണെങ്കിൽ കണ്ണുനീർ തുടച്ചു മറുപടി തരുന്ന ദൈവത്തെ ആത്മ കണ്ടുകൊണ്ട് കാണുവാൻ കഴിയും. ആമേൻ. ഇന്ന് രാത്രിയിൽ എനിക്ക് വളരെ സന്തോഷത്തോടെ വളരെ പ്രത്യാശയോടെ വിശ്വാസത്തോടെ ഞാൻ വിളിച്ചു പറയുക, കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു അപ്പൻ നമുക്കുണ്ട്. ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. ചില ആഴ്ചകളായി കണ്ണുനീരിന്റെ വക്കിലൂടെ കടന്നു പോകുന്ന മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, പ്രിയ കുഞ്ഞുങ്ങളെ, നിന്റെ കണ്ണുനീർ തുടപ്പാൻ ഇന്ന് രാത്രി യേശു ഇവിടെ എഴുന്നള്ളിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവകരം, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവകരം. ആമേൻ. നാം ആ വേദഭാഗത്തിലേക്ക് വരുമ്പോ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം, അവനെ എവിടെയാ വെച്ചിരിക്കുന്നത്? അവനെ കല്ലുരുട്ടി മാറ്റി. ഇതൊക്കെ പറയുമ്പോ അവനെ കല്ലറ വാദിക്കെ കൊണ്ടുപോകുക. ഇപ്പൊ സഹോദരി പറയുക, 4 നാളായി നാറ്റം ഭവിച്ചു. നമുക്കറിയാം ഈ നാറ്റം ഭവിച്ചു കഴിഞ്ഞാൽ എത്ര സ്നേഹമുള്ള അച്ചായനായാലും അച്ചായത്തിയായാലും എത്ര ചേച്ചിയായാലും ചേട്ടനായാലും നമ്മളൊക്കെ എന്ത് ചെയ്യും? മൂക്ക് പൊത്തും. പൊത്താറില്ലേ? പൊത്തും. കാര്യം എന്തറിയോ? നാറ്റം ഭവിച്ചാൽ എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും ആ നാറ്റം ഭവിക്കുന്ന ആ സമയത്ത് നമ്മൾ അവരിൽ നിന്ന് അകലും.
പക്ഷെ അകലാത്തൊരു കർത്താവുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മെ ലോകം തള്ളിയാലും തള്ളാത്തൊരു ഉടയവനുണ്ട് നമുക്ക്. ആ കർത്താവിന്റെ പാദപീഠത്തില ഇന്ന് രാത്രി ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ആമേൻ. ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് വിളിച്ചു പറയാനുള്ള ഒരു ദൂതെന്ന് പറയുന്നത്, ലോകം നമ്മെ തള്ളിക്കോട്ടെ, നമ്മുടെ പ്രാർത്ഥനകളെ എതിർത്തോട്ടെ, നമ്മുടെ സകല സംവിധാനങ്ങളെ നോ പറഞ്ഞോട്ടെ, പക്ഷേ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാ. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാ. കർത്താവ് പറഞ്ഞു കല്ലുരുട്ടി മാറ്റുവി. അവന്റെ അനുസരണത്താൽ വാക്കിനാൽ അനുസരിച്ച് കല്ലൊക്കെ ഉരുട്ടി മാറ്റി. എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച ഒരു പദം, ഒരു വാക്ക് ഇപ്രകാരമാ, ലാസറേ നീ പുറത്തു വാ. അത് ചുമ്മാ ഉള്ള വിളിയല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അത് ചുമ്മാ ഉള്ള വിളിയല്ലായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു ഒറിജിനൽ പേരുണ്ടല്ലേ? ഉണ്ടോ? അപ്പനും അമ്മയും നമുക്ക് തരുന്ന ഒരു ഒറിജിനൽ പേര്. ഈ ചില സ്നേഹിതന്മാരുണ്ട്, നമ്മളെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇരട്ടപ്പേര് വിളിക്കും, അല്ലെങ്കിൽ വട്ടപ്പേര് വിളിക്കും, സാമ്പാസ് എന്നൊരു പേര് വിളിക്കും. അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു വെപ്പ. പക്ഷേ നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യും, സ്നേഹം കൂടിയ സ്നേഹിതന്മാർ വട്ടപ്പേര് വിളിക്കും. കർത്താവ് ലാസറിനോട് സ്നേഹമുള്ളവനാണ്, പക്ഷേ അവൻ വട്ടപ്പേര് വിളിച്ചില്ല. അവൻ അവന്റെ ഒറിജിനൽ പേര് വിളിച്ചോ, ലാസറേ നീ പുറത്തു വാ. ആ ശബ്ദം ആ കല്ലറകളെ എന്ത് ചെയ്തു, ആലയടിക്കുന്നത് പോലെ ഒരു അധികാരത്തിന്റെ ശബ്ദമായിരുന്നു. ചുമ്മാ വിളിയൊന്നുമില്ല. ചില അപ്പനമ്മമാർ മക്കളെ വിളിക്കുമ്പോ എന്തോന്ന് വിളിയാക്കത്തില്ല. കുറച്ച് കഴിഞ്ഞിട്ട് വരാമേ എന്നൊക്കെയാ കേൾക്കുന്നത്. പക്ഷേ ലാസറിനെ കർത്താവ് വിളിച്ചപ്പോ ലാസർ പഴയനേക്കാൾ സുന്ദരനായി കർത്താവിന്റെ മുമ്പിൽ വന്നു നിന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ എനിക്ക് നിങ്ങളോട് വിളിച്ചു പറയുന്നത്, ആ ദൈവത്തിന്റെ ശബ്ദം ഈ മേടംകുളം ദേശത്തിന്റെ 4 ദിക്കുകളിലും ഇന്ന് രാത്രി ആലയടിക്കുന്നത്. ദൈവ മക്കളുടെ ആത്മീയ ആത്മാവ് ഉള്ളിലുള്ളവരുടെ കാതുകളിൽ നിന്ന് മുടങ്ങാൻ പോവുകയോ. 29 സങ്കീർത്തനം 3 വാക്യം ഒന്ന് വായിക്കാമോ വേഗത്തിൽ? 29 സങ്കീർത്തനം 3 വാക്യം. യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു, പെരുവെള്ളത്തിന്മീതെ യഹോവ മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. അപ്പൊ നോക്കുക, വെള്ളത്തിന്മീതെ അവൻ ചെയ്തു, അവൻ ശബ്ദം മുഴക്കുന്നു, ഇടിമിന്നൽ പോലെ ശബ്ദം മുഴക്കുന്നു. മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവ ശബ്ദം, ദേവരാരുക്കളെ തോന്നിക്കുമാറാക്കുന്ന ദൈവ ശബ്ദം. ഇങ്ങനെ ദൈവ ശബ്ദം ഈ പ്രപഞ്ചത്തിൽ ഇന്നും അലയടിക്കുന്നുണ്ട്. ഇന്ന് നമ്മള് ഒരുപാട് ശബ്ദങ്ങളുടെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്, അല്ലേ? ആണ്. ശബ്ദങ്ങളുടെ DJ. ഇന്നത്തെ പല സംവിധാനങ്ങളും ഇന്ന് ഈ ശബ്ദം തന്നെ അന്നല്ലേ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിന്റെ എഫക്ട് എത്രമാത്രമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ശബ്ദങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ആ ശബ്ദമല്ല നമ്മുടെ കർത്താവിന്റെ ശബ്ദം. ഇനി ഒരു ശബ്ദത്തിനായി നമ്മൾ കാത്തിരിക്കുക. ഇനി ഒരു വിളിക്കായി നമ്മൾ കാത്തിരിക്കുക. ലാസറിനെ വിളിച്ചതുപോലെ ഒരു വിളി. അത് ഏത് വിളിയാണെന്ന് അറിയാമോ? വെളിപ്പാട് പുസ്തകത്തിലേക്ക് നാം പോകുമ്പോ അവിടെ രേഖപ്പെടുന്ന 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇവിടെ കയറി വരികയെന്ന മഹാശബ്ദം. അതെങ്ങനെയാ കേൾക്കുന്നേ? ലാസർ കേട്ടത് എങ്ങനെയാ? മെഡിക്കൽ സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അവർ പറയും, മരിച്ച ചില മണിക്കൂറുകൾ കഴിയുമ്പോ വെച്ച ശരീരം എന്ത് ചെയ്യും? ചീർക്കും. ചില ദിവസങ്ങൾ കഴിയുമ്പോ നമ്മുടെ മുടി നഖമെല്ലാം പോയി. കുറച്ചു കഴിയുമ്പോ നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണി എല്ലാം പട്ടുപോകും. പക്ഷേ ചില ദിവസങ്ങൾ, ആഴ്ചകളും മാസങ്ങൾ കഴിയുമ്പോ അസ്ഥിയോട് എന്ത് ചെയ്യും? ബന്ധപ്പെട്ടിരിക്കും. പക്ഷേ ആ സ്ഥാനത്തേക്ക് പോകാതെ നാറ്റം വെച്ച ആ അനുഭവത്തിൽ നിന്ന് ലാസറേ നീ പുറത്തു വരിക എന്ന് പറയുമ്പോ ഞാൻ വിശ്വസിക്കുന്നത്
ആമേൻ കരഞ്ഞു കൂവി നിന്ന തന്റെ സഹോദരിമാർ ആനന്ദത്തോടെ നൃത്തം ചെയ്തുവെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇരിക്കുന്ന ദൈവമക്കളെ പാപത്തിന്റെ നുകത്തിൽ നിന്നും ശാപത്തിന്റെ കെട്ടിൽ നിന്നും സകല തകർച്ചയുടെ വക്കിൽ നിന്നും എന്നെ നിങ്ങളുടെ ദൈവം വിടുവിച്ചുവെങ്കിൽ പോരാ, ഈ സന്തോഷം പോരാ. നമ്മെ വിടുവിച്ച ദൈവത്തെ ആർപ്പിടണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പാടിയേ, ഭൂവാസികളെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. ആ അത്ഭുതം ആ ജനത്തിന് ഒരിക്കലും മറക്കാൻ കഴിഞ്ഞില്ല. ചിലർ അവനെ വിശ്വസിച്ചു, ചിലർ അവനെ കൈക്കൊണ്ട്, ചിലർ അവനെ പറ്റി ദൂഷണം പറഞ്ഞു. ഇനി തിരുവചന കേൾവി കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ചിന്തിക്കും, എന്തിനാണ് ഇവർ ഇത്ര വലിയ ശബ്ദത്തിൽ പ്രസംഗിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ ഘോരാർത്ഥം യേശുവിനെ കുറിച്ച് പറയുന്നത്? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സാം എന്ന് പറയുന്ന എനിക്ക് ഇന്ന് രാത്രി വിളിച്ചു പറയാനുള്ളത്, എന്നെ വീണ്ടെടുത്ത എന്റെ രക്ഷിതാവിനെ ഉയർത്തുവാൻ എനിക്ക് ലജ്ജയില്ല. ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 3 വട്ടം എന്റെ വീട്ടിൽ ഞാൻ ഇറങ്ങിപ്പോയ മനുഷ്യനാണ്. അപ്പൊ നിങ്ങൾക്കറിയണം എന്റെ മാനസികാവസ്ഥ അപ്പോൾ എത്രമാത്രം ഉണ്ടായിരുന്നു. കരഞ്ഞു നിലവിളിച്ച് ഒരു ദിവസം അപ്പനും അമ്മയും ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ മൂത്ത മകൻ വീട്ടിലില്ല. വാഹനം എടുത്തുകൊണ്ട് തേരാപ്പാറ കായംകുളൂർ പുനലൂർ റോഡിലൂടെ KP റോഡിലൂടെ അലഞ്ഞു നടന്ന ഒരു അപ്പന്റെ മുഖം എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയും, തലേ കൈവച്ചെന്നെ പ്രാർത്ഥിയ നിമിഷങ്ങളുണ്ട്. തലേ കൈവച്ചെന്നെ ശാപിച്ച നിമിഷങ്ങളുണ്ട്. നീ ഞങ്ങളുടെ മകനല്ലെന്ന് പറഞ്ഞ നിമിഷങ്ങളുണ്ട്. പക്ഷെ ഇന്ന് രാത്രി എനിക്ക് വളരെ സന്തോഷത്തോടെ വിളിച്ചു പറയുവാൻ കഴിയും, എന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന എന്റെ കർത്താവ് നിമിത്തം മോനെ മകനെ നീ എന്റെ ജീവനാണെന്ന് പറയുന്ന ഒരപ്പനെ ഈ ഭൂമിയിൽ എനിക്ക് കാണുവാൻ സ്വർഗം ഭാഗ്യം തന്നു. എന്റെ കഴിവല്ല കേട്ടോ. അനേക സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാം തകർന്ന് നാശമായി മാറി. പക്ഷെ ആരും സഹായിപ്പാനില്ലാത്തടത്ത് ഒരു ദൈവദൂതനെ പോലെ കർത്താവ് ഇറങ്ങി വന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ കരയുന്ന പ്രിയ മാതാപിതാക്കളോട്, കരയുന്ന പ്രിയ അഭിഷക്തന്മാരോട് എനിക്ക് നിങ്ങൾ ഒന്നേ വിളിച്ചു പറയാനുള്ള, നിങ്ങളുടെ തലമുറയെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടരുത് കേട്ടോ. എന്റെ വലിയപ്പച്ചനും വലിയമ്മച്ചി അവർക്ക് 7 മക്കളാണ്. 7 മക്കളിൽ 5 ആണുങ്ങളാണ്. അപ്പം അവരുടെ ഭാര്യമാരും അവരുടെ മക്കളുമെല്ലാം ഒരു വീട്ടിൽ കഴിയുമ്പോൾ അവസ്ഥ എന്തുമായിരിക്കും നിങ്ങൾ ചിന്തിച്ചേ. ഇന്ന് ഒരു വീട്ടിൽ ഒരു മകനും ഒരു അമ്മയ്ക്കും ഒരപ്പനും ഒരു മരുമകൾക്കും ജീവിക്കുവാൻ കഴിയാത്ത കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നേ. എന്നാൽ അന്ന് 7 മക്കൾ, അവരുടെ 7 മരുമക്കളും അവരുടെ 12 കൊച്ചുമക്കളും അവർ 23 കൊച്ചുമക്കളും ഒരു വീട്ടിൽ താമസിക്കുമ്പോ ഉണ്ടാകുന്ന സന്തോഷം അതിനെയെല്ലാം നയിച്ചോണ്ട് പോകണമെങ്കിൽ അല്പം ദൈവകൃപ വേണം. ഈ സഹോദരങ്ങളെല്ലാം എന്നെ പ്രാഗി. ഞാൻ വിശ്വസിക്കുന്നത് അതിന് തിരുവചനം നിർത്തിത്തരാം. യോസേഫിനെ പൊട്ടക്കിണറ്റിൽ കൊണ്ടിടുമ്പോ സഹോദരന്മാർ ചിന്തിച്ചു, ഇവൻ തീർന്നുവെന്ന്, ഇവൻ ഇനി മടങ്ങി വരില്ല എന്ന്. എന്നാൽ അല്പ ദിവസങ്ങൾ കഴിഞ്ഞ് നോക്കിയപ്പോ അവർ പൊട്ടക്കിണറ്റിൽ കൊണ്ട് കളഞ്ഞവൻ, അല്ലെങ്കിൽ അല്പ വർഷങ്ങൾ കഴിഞ്ഞപ്പോ ഇതാ ആദ്യ നേരത്തെ അന്നത്തിന് വേണ്ടി അവന്റെ മുമ്പിൽ പോയി നിൽക്കുന്ന ഒരു കാലം അവർക്ക് ഓർത്തില്ല, അവരത് ഓർത്തില്ല. പ്രിയപ്പെട്ടവരെ, സഹോദരന്മാരെന്നെ തള്ളിയതാ, ഒരു നാടെന്നെ തള്ളിയതാ. ഈ നൂറനാട് എന്ന് പറയുന്ന സ്ഥലം ആത്മഹത്യയുടെ നാടാ. അനേക അഭിഷക്തന്മാരുടെ കാൽപാദം ആ മണ്ണിൽ പതിഞ്ഞത് കൊണ്ട് ഇന്ന് അവിടെ ഒരു കൂട്ടം ദൈവസഭയുണ്ട്, ഒരു കൂട്ടം ദൈവമക്കളുണ്ട്. അതാണ് സുവിശേഷത്തിന്റെ ശക്തി. ഇന്ന് രാത്രിയിൽ എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുവാനുള്ളത്, ഇന്നും ജീവിക്കുന്നവനായ യേശു. ഞാൻ ഇന്ന് മാവേലിക്കരയിൽ നൂറിനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഈ പ്രസംഗം പ്രസംഗിക്കണമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് പ്രിയ സുരേഷ് ബാസ് വിളിച്ചത് കൊണ്ടല്ല, പ്രിയ കുര്യൻ ബാസ് വിളിച്ചത് കൊണ്ടല്ല. ഇന്ന് ഞാൻ ഇവിടെ വന്ന് 10 കാര്യം പറയണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയാ. ഞാൻ വലിയ കൺവെൻഷൻ പ്രസംഗനൊന്നുമല്ല കേട്ടോ. ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞേക്കാം. നിങ്ങൾ പിണക്കരുത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സെറ്റപ്പ് ഒന്നും എനിക്കില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യമുണ്ട്, എന്റെ കൂടെയുള്ള അപ്പന് നല്ല ഗെറ്റപ്പാണ്. എനിക്ക് വലിയ സെറ്റപ്പ് ഒന്നുമില്ല, പക്ഷെ എന്റെ കൂടെയുള്ള എന്റെ അപ്പൻ നല്ല ഗെറ്റപ്പാണ്.
ആമേൻ. ഞാൻ എടുത്തു വെച്ച വചനത്തിൽ നിന്നും ഇതുവരെ തൊട്ടിട്ടില്ല, തൊടാൻ കർത്താവ് സമ്മതിക്കുന്നുമില്ല. ആമേൻ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ആമേൻ മെസ്സേജിന്റെ ഒരു ഭാഗം പ്രിയ കുര്യൻ സാമുവൽ വാസ് ഇന്നലെ രാത്രിയിൽ 3 മണിക്ക് അയച്ചു കൊടുത്തു. ആമേൻ. ഇതാണ് ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗ ഭാഗം. ആമേൻ. അതൊന്നും ഞാൻ തൊട്ടിട്ടില്ല. ആമേൻ. പക്ഷേ എനിക്ക് ഇന്ന് വളരെ സന്തോഷമുള്ളത്, ലാസർ ആമേൻ മരിച്ചവനായിരുന്നു എന്ന് പറഞ്ഞെടുത്ത് അവന് ലാസറേ എന്ന് പറഞ്ഞ് പുറത്തു കൊണ്ടുവരുവാൻ ആമേൻ കർത്താവിന് കഴിഞ്ഞുവെങ്കിൽ ഇന്ന് രാത്രി ചില കുടുംബങ്ങളുടെ അടഞ്ഞ വാതിലുകളെ കർത്താവ് തുറക്കാൻ പോകുക. ആമേൻ. ചില തലമുറകളുടെ ഭാവിയെ കർത്താവ് തുറക്കാൻ പോകുക. ദേശത്തുള്ള ജനത്തോട് എനിക്ക് ഇന്ന് രാത്രി പറയുവാനുള്ളത്, നിങ്ങളുടെ കടബാധ്യത ആമേ ഒരു ഭാരമല്ല. ആമേ നിങ്ങളുടെ മാറാ രോഗം ഒരു വ്യതയല്ല. ആമേ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒരു ശാപമല്ല. ശാപത്തെ ജയിച്ചവനാണ് കർത്താവിന്റെ നാമത്തിൽ ആമേ മാവേലിക്കരയിൽ കടന്നു വന്ന് ഇന്ന് രാത്രി മേനകുളം ദേശത്തോട് ആമേ 10 വാക്ക് പറയുവാൻ കർത്താവ് എന്നോട് നിയോഗിച്ചെങ്കിൽ ഇന്ന് രാത്രി വളരെ സന്തോഷത്തോടെ വിളിച്ചു പറയുന്നു, ആമേ നിങ്ങളുടെ പാപത്തെ ക്ഷമിച്ച് ആമേ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ വിടുവിപ്പോ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന് കഴിയും. ആമേൻ. അങ്ങനെ ആമേൻ ലാസർ എന്ത് ചെയ്തു? കല്ലറയുടെ പുറത്തു വന്നു. പ്രിയപ്പെട്ടവരെ, അവർക്കുണ്ടാകുന്ന സന്തോഷം ഈ പ്രസംഗിക്കുന്ന എനിക്കും ഉണ്ടാകത്തില്ല. നമ്മൾ പഴയ നിയമത്തിലേക്ക് പോവുകയാണെങ്കിൽ മാർത്ത എന്ത് ചെയ്യുന്ന പറഞ്ഞേ, മിരിയാം എന്ത് ചെയ്യുന്ന പറഞ്ഞേ, തപ്പെടുത്ത നൃത്തം ചെയ്ത് ദൈവത്തെ എന്ത് ചെയ്തു? മഹത്വപ്പെടുത്തി. ആമേ നമ്മൾ എന്തോ ചെയ്യണം? തപ്പുമില്ല ഒന്നുമില്ലെങ്കിലും ആ കരമടിച്ചെങ്കിൽ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തണം. കരമടിച്ചെങ്കിൽ നാം ദൈവത്തെ എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തണം. ഇന്ന് രാത്രി ആമേ എനിക്ക് വിളിച്ചു പറയാനുള്ള വിഷയം, യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആമേ യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആമേ എന്റെ പ്രസംഗ വിഷയത്തിലേക്ക് ഞാൻ വരിക. ആമേ കർത്താവിന്റെ ആദ്യത്തെ അത്ഭുതം എന്ന് പറയുന്നത്, ആമേ കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ എന്ത് ചെയ്തു? വീഞ്ഞാക്കി. ആമേ ഇതിൽ നിന്ന് ഏത് കുഞ്ഞിനോട് ചോദിച്ചാലും ആമേ അവൻ പറയും യേശു ചെയ്ത ഒന്നാമത്തെ അത്ഭുതം കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. നമുക്കറിയാം ആമേ ഈ കല്യാണത്തിന് കർത്താവ് ചെല്ലുമ്പോ ആമേ സന്തോഷമുള്ളൊരു ഭവനമാ കല്യാണ വീട്, അല്ലേ? ആമേ ഒരിക്കലും അവിടെ ദുഃഖം വരാൻ ഒരു സാധ്യതകളും സംവിധാനങ്ങളും ഇല്ല. പക്ഷേ അവിടുത്തെ മതാചാര പ്രകാരം ആമേ വീഞ്ഞ് കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ആമേ അവിടെ വീഞ്ഞ് തികയാതെ വന്നു. ആമേ ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം കടന്നു വന്നു. പക്ഷേ അവർക്ക് കൊടുപ്പാൻ വീഞ്ഞില്ല. അത് ആ ഭവനത്തിനൊരു അപമാനമാണ്. ആമേ എന്നാൽ കർത്താവ് നോക്കിയപ്പോൾ സന്തോഷപരിപൂർണമായ ഒരു ഭവനത്തിന്റെ അന്തരീക്ഷം പെട്ടെന്ന് എന്ത് ചെയ്യാം? ആമേ സന്തോഷം നിശ്ചലമായി പോയി. ആമേ അവിടെ എല്ലാവരുടെ മുഖത്തൊരു വാട്ടം, നിങ്ങളെ പോലെ തന്നെ. ആമേ സന്തോഷമുള്ളൊരു ഭവനം എന്ത് ചെയ്തു? ആമേൻ ദുഃഖസൂചകമായി തലകളൊക്കെ കുനിക്കാൻ തുടങ്ങി. ആമേൻ. പക്ഷേ കർത്താവ് വിട്ടുകൊടുത്തില്ല. കർത്താവ് ആ ശൂന്യതയിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെന്നു. ഇന്ന് രാത്രിയിൽ ആമേ കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി പറയാൻ എളുപ്പമാ. എന്നാൽ അവിടെ നാം നോക്കുകയാണെങ്കിൽ ഈ കൽപ്പരണികൾ ആമേ കൊണ്ടുവന്ന് വെച്ചത് ആമേ അടുക്കളയിൽ നിന്നല്ല, ആമേ പൊതു മാർക്കറ്റിൽ നിന്നല്ല, മറ്റുള്ളവർ കാൽ കഴുകാൻ വെച്ച പാത്രങ്ങളാണ് എന്ത് ചെയ്തത്? ആമേ കർത്താവ് തിരഞ്ഞെടുത്ത് ആമേ അകത്തേക്ക് കൊണ്ടുവന്നത്. കണ്ടാലൊട്ടും വൃത്തിയില്ല. ആമേ അതിൽ നിറച്ചു പായലായിരിക്കും. ആമേ മറ്റുള്ളവർ പിടിച്ച് അതിന്റെ വക്കൊക്കെ എന്ത് ചെയ്യും? അഴുക്ക് കൊണ്ട് നിറഞ്ഞതായിരിക്കാം. പക്ഷേ യേശു കർത്താവ് ആ ഭവനത്തിൽ വന്നപ്പോ ആമേ എന്റെ ബുദ്ധിയിലേക്ക് ഓടി വന്നൊരു ചിന്ത, ആർക്കും വേണ്ടാതെ കിടന്ന ചില കൽപാത്രങ്ങൾ ആമേ പുരയ്ക്കകത്ത് കയറി വന്നു. ആർക്കും വേണ്ടാത്ത കൽപ്പരണികൾ ആമേ പുരയ്ക്കകത്ത് കയറി വന്നു. അതിലേക്ക് വക്കോളം വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. ഈ വെള്ളമെല്ലാം നിറച്ചു കഴിഞ്ഞിട്ട് കർത്താവ് പറയാണ്, ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? വിരുന്നുവാഴിക്ക് കൊടുപ്പി. അപ്പം ആദ്യം കഴിച്ച കൊച്ചാട്ടം ചോദിക്കുക, ഇത്രയും നല്ല സാധനം വെച്ചിട്ട് നീ മാട്ട സാധനമാണോ ഞങ്ങൾക്ക് തന്നേന്ന്? ആമേ അകത്തുനിന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആമേ കർത്താവ് നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്താലും ചില സമയത്ത് നമ്മൾ വാട്ട വർത്തമാനം പറയാറുണ്ട്. ആ വാട്ട വർത്തമാനമൊക്കെ മാറ്റി വെച്ചിട്ട് ആമേ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ നീ തന്നതിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു.
ആമേ ഖാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. ആമേ അവിടെ കർത്താവ് നമ്മെ പഠിപ്പിച്ച ആമേ 2 ഭാഗങ്ങൾ ഞാൻ നിങ്ങളോട് പറയുവാൻ ഇന്ന് രാത്രി ശരണപ്പെടുകയാണ്. അവിടെ കർത്താവ് വന്നത് ആമേ ശൂന്യത നടുവിലേക്ക് ഇറങ്ങി വന്നു. ആമേ വീഞ്ഞ് തീർന്നു. ആമേ ഇനി ഉണ്ടാക്കുക എന്ന് പറയുന്നതൊക്കെ അല്പം പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ കർത്താവ് വന്നപ്പോ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തി. ആമേൻ ഇന്ന് രാത്രിയിൽ ആമേ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനത്തോട് ആമേ ദേശത്തോട് ആത്മാവിൽ എനിക്ക് വിളിച്ചു പറയുവാനുള്ളത്, ആമേ നീ ശൂന്യനായി നടന്നാലും ആമേ നിന്റെ നടുവിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം, ആമേ നിന്റെ കരം നടത്തുന്ന നടുവിലേക്ക് ഇറങ്ങി വരുന്ന ഒരു വല്ലഭത്വത്തിന്റെ കരം, ആമേ ആ കരത്തിലൊന്ന് മുറുകെ പിടിപ്പാൻ ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ തയ്യാറാകണം. ആമേ അടുത്ത ഭാഗം നാം നോക്കുകയാണെങ്കിൽ അവിടെ ശൂന്യത മാത്രമല്ല അവിടെ മാറ്റുന്നത്, ആമേ അവരുടെ ദുഃഖത്തെ അവരുടെ വിലാപത്തെ അത് സന്തോഷകരമാക്കി മാറ്റുക. ആമേ അങ്ങനെ ഇരിക്കുമ്പോ നാം താഴേക്ക് വരുമ്പോ ആമേ നമുക്കറിയാം ഇന്ന് ഈ കല്യാണ വീടുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ലക്ഷങ്ങളുടെ പരിപാടിയാണ് നടക്കുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? 1000 പേരെ വിളിച്ചാൽ ഏകദേശം 1500 പേർക്കുള്ള ഫുഡൊക്കെ നമ്മൾ കരുതും. പക്ഷെ വീൻ എന്ന് പറയുന്നത് അങ്ങനെ കരുതാനുള്ള സാധനമല്ല. മാസങ്ങൾക്ക് മുമ്പേ വർഷങ്ങൾക്ക് മുമ്പേ ആമേ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സാധനമാണ് വീന്. ആമേ ഇത് പെട്ടെന്നുണ്ടാക്കി കൊടുക്കാൻ പറയുന്നതൊന്നും ആമേ വളരെ പാടുള്ളത്. പക്ഷേ ക്ഷണത്തിൽ ആമേ അവരുടെ ആവശ്യം കണ്ട് അവരുടെ പ്രയാസം കണ്ട് അവരുടെ ബുദ്ധിമുട്ട് കണ്ട് ആമേ ആമേ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന യേശുദേവൻ ആമേ അവരുടെ ശൂന്യ നടുവിൽ ആമേ വൻ കാര്യങ്ങളെ ചെയ്തു. ആമേ യേശു കർത്താവിന്റെ അത്ഭുതത്തിന്റെ 1-ാം ഭാഗം. 2-ാം ഭാഗം എന്ന് പറയുന്നത് ആമേ അവൻ രോഗികളെ സൗഖ്യമാക്കി. ആമേ നമുക്കറിയാം കുഷ്ഠം പിടിച്ച ഒരു മനുഷ്യനെ അവൻ തൊട്ടു. കൂടെ നടന്ന ശിഷ്യന്മാർ എന്ത് ചെയ്തു? ഒന്ന് പുറമോട്ടൊന്നും മാറി. നിങ്ങളെല്ലാം നൂറിനാട് വരികയാണെങ്കിൽ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 300 മീറ്റർ മാറിയാൽ ഒരു കുഷ്ഠരോഗാശുപത്രിയുണ്ട്, ലെപ്രസി സാനിറ്റോറിയം. അവിടെ ഇന്നും ഒരുപാട് അന്തേവാസികളായ പിതാക്കന്മാരുണ്ട്. ആമേൻ ഒരു കാലഘട്ടത്തിൽ ആമേൻ അതുവഴി പോകാൻ പോലും മനുഷ്യൻ എന്ത് ചെയ്യുന്നു? പേടിയായിരുന്നു. എൻ്റെ വല്യപ്പച്ചൻ പറയുന്ന കഥയൊക്കെ ആമേൻ എൻ്റെ വല്യമ്മച്ച് പറഞ്ഞ ഞങ്ങൾക്ക് ഒരു ഓർമ്മയുണ്ട്. ആമേൻ പലപ്പോഴും അതുവഴി പോകാൻ ആമേൻ വണ്ടിയെ കൂടെ പോയാൽ പോലും ആമേൻ മനുഷ്യർക്ക് പേടി ഉണ്ടാകുന്ന ഒരു ഭീകരാന്തരീക്ഷം 100 ഏക്കർ സ്ഥലത്തിനകത്താണ് നിൽക്കുന്നത്. ആമേൻ എന്നാൽ യേശു കർത്താവിന് ഒരു അറപ്പും തോന്നിയില്ല. യേശു കർത്താവിന് വല്ല അറപ്പും തോന്നിയോ? ആമേൻ നമ്മൾ പ്രസംഗിക്കുമ്പോൾ പറയും കുഷ്ഠരോഗമാ, നമ്മൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. ആമേൻ പക്ഷേ പ്രവൃത്തി മണ്ഡലത്തിൽ വരുമ്പോൾ നമ്മളൊക്കെ ഒരു സ്റ്റെപ്പ് ശിഷ്യന്മാരെ പോലെ പുറമോട്ട് വെക്കും. പക്ഷെ കർത്താവ് പുറമോട്ട് വെച്ചില്ല. അവനവന്റെ കുഷ്ഠത്തെ തൊട്ടു. ഇന്ന് രാത്രി അവൻ ദൈവമക്കളെ എന്നെ നിങ്ങളെ കർത്താവ് തൊടാൻ പോവുകയാണ്. അവൻ 2-ാമത്തെ അത്ഭുതം അവൻ കുഷ്ഠരോഗിയായിരുന്നവന്റെ അരികിലേക്ക് ചെന്ന അവൻ കുഷ്ഠരോഗി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കർത്താവ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് സൗഖ്യമാക്കണമേ. പ്രൈസല്ലോ. അവൻ കുഷ്ഠരോഗി കാണിക്കുന്ന ആ മാനസിക ബോധം പോലും നമുക്കില്ല. എന്താ കർത്താവ് പറഞ്ഞേ? നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ നിശുദ്ധമാക്കണമേ. കർത്താവിനെ തൊട്ടിട്ട് പറഞ്ഞോ, നീ ശുദ്ധമായി തീർന്നിരിക്കുന്നു. ആമേൻ. ഈ കുഷ്ഠരോഗി സൗഖ്യം പ്രാപിച്ചിട്ട് കർത്താവ് അവനോട് പറയുന്നത്, നീ ഇതാരോടും പറയരുത്. അവൻ തുള്ളിച്ചാടി യേശു എന്നെ സൗഖ്യമാക്കി എന്ന് നൃത്തത്തോടെ പറഞ്ഞു. ഇന്ന് രാത്രി ചില രോഗികൾ അവൻ നൃത്തം ചെയ്ത് സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കാൻ പോകുക. ചില വ്യാധി പിടിച്ച ആരോടും പറയുവാൻ കഴിയാതെ വണ്ണം ഉദര സംബന്ധമാകുന്ന രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതമേ, നിന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അടിവരയിട്ട് പറയുക, അത് ഒരു ദീനമല്ല, അതൊരു രോഗമല്ല, അത് നിന്നെ മുടിപ്പാനല്ല. ഇന്ന് രാത്രി ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമത്രേ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ കുഷ്ഠരോഗി സൗഖ്യമായി. പറയുമ്പോഴൊക്കെ വളരെ ലളിതമായി നമുക്ക് തോന്നിയേക്കാം. ഇത് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴേ നമുക്കതിന്റെ പ്രാധാന്യം അറിയത്തുള്ളൂ. നിങ്ങൾ മുമ്പ് കേട്ടതുപോലെ എൻ്റെ ഭാര്യയാണ് ലിൻസി മുമ്പ് സാക്ഷ്യം പറഞ്ഞത്.
ആമേൻ. എൻ്റെ ഭാര്യ കണ്ണിനോടെ പറയുമ്പോഴും ഞാൻ എൻ്റെ അന്തരംഗത്തിൽ ആ സംഭവങ്ങൾ ഞാൻ ഓർക്കുക. ആമേൻ. പ്രിയപ്പെട്ടവരെ, എന്നോട് ഡോക്ടർ പറഞ്ഞൊരു കാര്യം, ഒന്നീ ശബ്ദം പോകും, അല്ലെങ്കിൽ ഇനി ഒരിക്കലും ചെവി കേൾക്കില്ല. അന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ കൂടെ യാത്ര ചെയ്ത ആമേൻ സുവിശേഷം അറിയിപ്പാൻ, പ്രസംഗിപ്പാൻ, ഞാൻ പ്രസംഗിക്കുമ്പോൾ എനിക്കറിയാത്ത ഭാഷയിൽ ആമേൻ എന്നോടൊപ്പം വേദിയിൽ ട്രാൻസ്ലേഷൻ ചെയ്യുവാനോ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവളെ നിന്നോട് ചോദിച്ചു വാങ്ങിയതാ. അങ്ങനെയെങ്കിൽ കർത്താവേ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എങ്ങനെ പ്രസംഗിക്കും? ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും? ആമേൻ, എനിക്കൊരു ആമേൻ ബാക്ക് ബോൺ എൻ്റെ ഭാര്യയാണ്, അതില്ലാണ്ട് പോകുമല്ലോ എന്ന് പറഞ്ഞപ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്നത്, ആമേൻ, നീ ഒരിക്കലും ഭയപ്പെടരുത്. ഇന്ന് രാത്രി ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല കേട്ടോ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പേടി കൊണ്ടായിട്ടല്ല, ആമേൻ, സന്തോഷം കൊണ്ട്. എങ്ങനെയെങ്കിലും ഈ പ്രസംഗം കഴിഞ്ഞ് ഭവനത്തിൽ ചെന്ന് അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥിക്കുന്നിടം വരെ എൻ്റെ മനസ്സിൽ ആദ്യമുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നു, എന്നെ ശക്തനാക്കുന്ന കർത്താവ്. എനിക്കറിയില്ല ഞാൻ എടുത്ത വെച്ച വചനങ്ങൾ ഇന്ന് അവിടെ ഇരിക്കുക. ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചലിക്കുന്നുണ്ട്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിയോഗം തരുന്നുണ്ട്. അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആശീർവാദം പറയാതെ ആരും ഈ ഗ്രൗണ്ട് വിട്ടു പോകരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിയോഗത്തോടെയാ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കാലുകളിൽ മന്ത്രിക്കുക. യേശു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി. ആരും കടന്നുകൂടാത്തത്, അല്ലെങ്കിൽ ആരും ഒന്ന് ചെന്ന് ആശ്വാസം പറയാത്ത കുഷ്ഠരോഗി അടുത്തേക്ക് കർത്താവ് നടന്നു ചെന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു ഭാരത്തിലായിരിക്കുമ്പോ, നമ്മളൊരു പ്രയാസത്തിലായിരിക്കുമ്പോ, നമ്മളൊരു ബുദ്ധിമുട്ടിലായിരിക്കുമ്പോ, ആരും കടന്നു വരാതിരിക്കുമ്പോ നമുക്കുണ്ടാകുന്ന ഒരു ഭാരം, അതൊരു മനുഷ്യനോട് പറഞ്ഞാലും ആ ഭാരം മാറില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ എന്നോട് പറ, ഞാൻ നിന്നോട് സംസാരിക്കുന്ന ദൈവം അത്രേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം കഴിഞ്ഞ അടുത്ത അത്ഭുതം, അവൻ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. നമുക്കറിയാം, കർത്താവ് തന്റെ കൂടെ നടന്നവരെ മാത്രമല്ല, തന്നെ വിശ്വസിച്ചവരെ ചേർത്ത് പിടിച്ചു. ആമേൻ. നമുക്കറിയാം, ഗിരിപ്രഭാഷണം നാം നോക്കുമ്പോ മലനിരകളിൽ ഇരുന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാരോടും തന്നെ അനുഗമിച്ച ജനത്തോടും സംവാദിക്കുന്ന സമയം, ആ സമയത്ത് ഒരു ശിഷ്യൻ വന്ന് പറയുക, ജനം വളരെ നന്നായി ക്ഷീണിച്ചു, സന്ധ്യയാകാറായി, ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കാര്യം അവതരിപ്പിക്കുമ്പോ എന്റെ പൊട്ടബുദ്ധിയിൽ ഞാൻ ചോദിക്കും, എടാ മണ്ട, പ്രപഞ്ചത്തെ ഞാനിന്നെ തൂക്കിയവൻ അറിയില്ലയോ? എന്റെ ജനം ഇന്നൊന്നും കഴിച്ചിട്ടില്ല എന്ന. എന്റെ മോന് ഇമ്മാനുവേല് അവനോട് സംസാരിക്കത്തില്ലായിരുന്നു. 4.5 വയസ്സായപ്പോഴാണ് എൻ്റെ മകൻ എന്നെ അച്ഛ എന്ന് വിളിച്ചു തുടങ്ങിയത്. ആദ്യം എന്നെ വിളിക്കുന്നത് അച്ഛ എന്ന. ഞാനൊരു ട്രൈബൽസിന്റെ ചർച്ചിലെ പാസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ എന്നെ ഇവിടെ കൊണ്ടുവന്നതാണെന്ന് എനിക്ക് ഓരോ ഉറപ്പ് കൂടെ വേണം. എൻ്റെ മോൻ എന്ത് ചെയ്യണം? സംസാരിക്കണം. ഞാൻ ചെന്ന് ആദ്യത്തെ സൺഡേ ആരാധന എല്ലാം കഴിഞ്ഞു. 3-ാമത്തെ സൺഡേ ആയപ്പോൾ എൻ്റെ മകൻ എഴുന്നേറ്റ് പറയുക, യഹോവ എൻ്റെ ഇടയിലാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുക. പ്രിയപ്പെട്ടവരെ, കണ്ടാൽ അല്പം കുള്ളനാണെങ്കിൽ അത്ഭുതം എൻ്റെ ജീവിതത്തിലും കർത്താവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവൻ എന്നെ അത്ഭുതപ്പെടുത്തി, ഇന്നും അവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ പ്രസ്ബിറ്ററായിരിക്കുന്ന പാസ് പ്രഭാതി ബെഗജൻ പാസ് ഞങ്ങൾ ഒന്നിച്ചാണ് ഇന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്നത്. പ്രിയ പാസ് ഊരമ്പെന്ന് പറയുന്ന സ്ഥലത്ത് മീറ്റിങ്ങിനായി ശുശ്രൂഷയ്ക്കായി കടന്നുപോയിരിക്കുക. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് വന്നപ്പോൾ പല കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചു. അവൻ്റെ പല ആശയങ്ങൾ കണ്ട് ഞങ്ങൾ അമ്പരന്ന് പോയി. പക്ഷേ ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്നതാ, മിണ്ടില്ലെന്ന് പറഞ്ഞതിനെ, സർജറി ചെയ്യണമെന്ന് പറഞ്ഞതിനെ ദൈവം യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറയിപ്പിച്ചുവെങ്കിൽ, പ്രിയ മാതാവേ, പിതാവേ, നീ ഇന്ന് വരെ തൊടാത്ത മണ്ഡലത്തിൽ ദൈവം നിന്നെ കൈപിടിച്ച് നടത്താൻ പോകുക. നീ ഇന്ന് വരെ അറിയാത്ത മേഖലയിൽ ദൈവം നിന്നെ വലം കൈപിടിച്ച് നടത്താൻ പോകുക. അവിടെ 5 അപ്പവും 2
5000 പേര്. നമ്മുടെ ദൃഷ്ടിയിൽ ഇത് ആശ്ചര്യമാണ്. പക്ഷേ കർത്താവ് രണ്ടും വാങ്ങി സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി. ഇന്ന് രാത്രി നമ്മുടെ കയ്യിൽ വല്ലതൊക്കെ കിട്ടുവാണെങ്കിൽ നാരം കാണിച്ചില്ലേലും സ്വർഗത്തെ ഒന്ന് കാണിക്കണം കേട്ടോ. പ്രൈസ് ലോർഡ്. അത് പ്രസംഗിക്കാനുള്ള കഴിവായാലും പാടാനുള്ള കഴിവായാലും വണ്ടി ഓടിക്കാനുള്ള കഴിവായാലും ഇനി എല്ലാം എന്താ പറയുക കൊസ്രക്കൊള്ളിയാണെങ്കിലും കർത്താവിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് സ്വർഗത്തിന്റെ കയ്യിലേക്ക് നിന്ന് സമർപ്പിച്ചാൽ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, വചനം പോലെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച എന്റെ കർത്താവ് ഇന്ന് രാത്രിയിലും ചിലനെ തിന്ന് തൃപ്തരാകുന്നത് പോലെ ചില മണ്ഡലങ്ങളെ തൃപ്തി വരുമാർ. ഈ കൊട്ട വടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എൻ്റെ വീട്ടിൽ നെൽകൃഷി ഉള്ളതുകൊണ്ട് എൻ്റെ അപ്പച്ചൻ ഈ പറക്കകത്ത് നെല്ല് വാരിയിട്ടിട്ട് കയറി ചവിട്ടും. അന്ന് നമ്മുടെ ഇന്നത്തെ പോലെ പൈസയല്ല അന്ന് കൂലിയായിട്ട് കൊടുക്കുന്നത്. ഒരു ചാക്ക് നെല്ല് പച്ചനെല്ല് അളന്ന് കൊടുക്കും. ഈ പച്ചനെല്ല് അളന്ന് കൊടുക്കുന്ന സമയത്ത് ഞാൻ 3-ലോ 4-ലോ പഠിക്കുന്ന സമയമാണ്. എൻ്റെ വലിയപ്പച്ചൻ ഈ തൊഴുത്തിൻ്റെ പടിയെ, പശുവിനെ കെട്ടുന്ന പടിയെ ചവിട്ടി ഈ തൊഴുത്തിൽ പുല്ലിട്ട് കൊടുക്കുന്ന ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെതിക്കുന്നത്. അപ്പം അവിടുന്ന് തൂത്ത് കൂട്ടി ഈ പറക്കകത്ത് വായി വെച്ച് കയറി 2 ചവിട്ടുമൊക്കെ ചവിട്ടി ചാക്കിനകത്ത് കുറഞ്ഞിടുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് നമ്മുടെ പെരക്കകത്ത് കൊണ്ടുവെക്കാനുള്ള പരിപാടിയാണ്. പക്ഷെ അല്ല. ഞാൻ എൻ്റെ വലിയപ്പന് പറഞ്ഞു, അപ്പച്ച നമ്മൾ പ്രാർത്ഥിച്ച്, നമ്മൾ ഇതിന് വിത്ത് വിതച്ച്, നമ്മളിത് പോയി കൊയ്ത്, നമ്മളിത് വണ്ടി വിളിച്ച് മിറ്റത്ത് കൊണ്ടുവന്ന് എന്തിനാ അപ്പച്ച, ഇത് യേശുപ്പച്ചൻ തന്നതല്ലേ, ഇത് ചവിട്ടാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ വലിയപ്പച്ചൻ ചിരിച്ച മുഖത്തോടെ ശാന്തനായ സൗമ്യനായ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യനെ നോവിക്കാത്ത എൻ്റെ വലിയപ്പച്ചൻ എന്നോട് പറഞ്ഞ പാഠം, മോനെ അമർത്തി കുലുക്കിന് ദൈവത്തിന് വേണ്ടി കൊടുത്താൽ നിന്നെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ വിളിച്ചു പറയട്ടെ, അത് കണ്ടു വളർന്ന ഞാൻ പലപ്പോഴും ആ ഭാഗം വെച്ച് ഞാൻ യേശു കർത്താവിനോട് വാദിച്ചിട്ടുണ്ട്. എന്നെ പഠിപ്പിച്ചൊരു പാഠം, കഷ്ടത നടുവിൽ നടന്നാലും ജീവിപ്പിക്കുന്ന ഒരു ദൈവം, വേദന നടുവിൽ നടന്നാലും നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം, ആരും സഹായിപ്പാൻ കൂടില്ലെന്ന് പറഞ്ഞാലും നമുക്ക് വേണ്ടി 1000 പേരെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം. ഇന്ന് രാത്രിയിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ക്ഷാമകാലത്തും ക്ഷേമമായി പോറ്റുന്ന ഒരു അപ്പൻ നമ്മുടെ നടുവിലുണ്ട്. ഈ 5 അപ്പവും 2 മീനും വാറ്റി അനുഗ്രഹിച്ച തന്റെ ശിഷ്യന്മാരുടെ കൈ കൊടുത്ത എല്ലാവരും തിന്ന് തൃപ്തരായതിനു ശേഷം 12 കൊട്ട ചെയ്തു മടക്കിയെടുത്തു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ളത്, പ്രിയ സുരേഷ് പാസ്റ്ററെ, ഈ കൺവെൻഷൻ ഒരു നഷ്ടമല്ല കേട്ടോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇത് നഷ്ടമല്ല. ഇന്നത്തെ 6-ാം മാസം ദൈവസഭയുടെ സ്ഥിതിക്ക് മാറ്റം വരുമാറ് ദൈവസഭയിലേക്ക് ചില രോഗികൾ കടന്നു വന്ന് എന്റെ ദൈവദാസരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്ന ഒരു കാലം വിദൂരമല്ല എന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാതിൽ മന്ത്രിച്ച ഇത് പറയുവാൻ, ഇത് കൽപ്പിക്കാൻ, എന്റെ നാമത്തിൽ ഇത് ഓർഡർ ചെയ്യുവാൻ. യെസ് യെസ് യെസ്. നമ്മുടെ യേശു ആരാ ഒന്ന് പറഞ്ഞേ. അയ്യോ, നമ്മുടെ യേശു ആരാ? ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഹലോ, ഒന്ന് ഉറക്കെ പറഞ്ഞ് എല്ലാവരും ഉറക്കം. ഇന്ന് സകല ശ്വാസമുട്ടലും മാറും. ഇന്ന് സകല രോഗങ്ങളും മാറും. ഇന്ന് സകല കേടുപാടുകളും മാറും. എവിടെങ്കിലും തട്ടലും മുട്ടലും വന്ന് എവിടെങ്കിലുമൊക്കെ ചീറ്റിയിരിപ്പുണ്ടെങ്കിൽ അവിടോട്ട് കൈ വെച്ചിട്ട് പറയും, ഇന്ന് സകല പൊട്ടും മാറും, സകല മുട്ടും മാറും. തട്ടാൻ ഒരു കർത്താവ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ വേദനയുള്ള ഭാഗത്ത് തട്ടാൻ തമ്പുരാൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം തമ്പുരാൻ എവിടെ തട്ടണമെന്ന്. തട്ടുന്നിടത്ത് തട്ടിക്കോളും. പറയേണ്ടതുപോലെ ഞാൻ പറഞ്ഞോളും. പ്രവർത്തിക്കേണ്ടതുപോലെ തമ്പുരാൻ പ്രവർത്തിച്ചോളും. 5 അപ്പവും 2 മീനും കൊണ്ട് തൃപ്തരായ ജനം കുറച്ച് താഴോട്ട് വന്നപ്പോ ഈ ലാസറിന്റെ വിഷയം, മരണത്തിന്മേൽ ജയമുള്ളവൻ ലാസറിന്റെ കല്ലറവാതിക്കൽ വന്നു. നമുക്കറിയാം, പച്ചമര കുരിശിന്മേൽ 3 ആണിമേൽ തൂങ്ങപ്പെട്ടവനായ നമ്മുടെ കർത്താവ്. ഇതൊക്കെ പറയുമ്പോ സമൂഹത്തിന് ചോദ്യമുണ്ടാകും, യേശു ഇന്നും അത്ഭുതം ചെയ്യുമോ? ഞാൻ പച്ചയ്ക്ക് പറയാം,
ഇന്ന് രാത്രിയിലും സമയം 8:47 ആമേൻ ചെയ്യും. എൻ്റെ കർത്താവ് ചെയ്യും. എൻ്റെ കർത്താവ് ചെയ്യും. ഇന്ന് രാത്രിയിലും എൻ്റെ കർത്താവ് ചെയ്യും. ആമേൻ. കല്ലറയുടെ വാതിക്കൽ വന്ന കർത്താവ് ആമേൻ ചുമ്മാ വന്നതല്ല കേട്ടോ. ആമേൻ. കരയുന്നവന്റെ കണ്ണുനീരൊപ്പം വന്നതാ. ആമേൻ. ഇന്ന് രാത്രിയിൽ നിങ്ങളെ കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരിക്കും, പക്ഷെ ഉള്ളം കരയുന്നത് സ്വർഗം കാണുന്നുണ്ട് കേട്ടോ. ആമേൻ. നിങ്ങൾ കരയുമ്പോൾ അടുത്തിരിക്കുന്നവർ ചിന്താക്കും, ആമേൻ, ഇവരെന്താ വലിയ അപരാധം ചെയ്തിട്ട് വന്ന് കരയുവാണെന്നൊക്കെ. പക്ഷെ സ്വർഗം പറയുന്നു, ആമേൻ, പറയുന്നവൻ പറഞ്ഞോട്ടെ, പ്രവർത്തിക്കുന്നവൻ ഞാനാ. യെസ്. ആമേൻ. ആ പന്തലിനകത്തിരിക്കുന്ന അച്ചായന്മാരെ, ആന്റിമാരെ, അമ്മച്ചിമാരെ, എൻ്റെ മാതാവേ, പിതാവേ, സഹോദരങ്ങളെ, കരമുയർത്തിയിട്ട് പറ, ആമേൻ, പ്രവർത്തിക്കുന്നവൻ എൻ്റെ കർത്താവ, പറയുന്നവൻ പറഞ്ഞോട്ടെ, ആമേൻ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വലിയവ ചെയ്യും. ഈ ലാസറിനെ കർത്താവ് പേർ ചൊല്ലി വിളിച്ച. ആമേൻ. ഈ പേർ ചൊല്ലി വിളിക്കുമ്പോ ആമേൻ ഇന്നത്തെ കാലഘട്ടം കൂടെ കൂട്ടി ഞാനൊന്ന് പറയാൻ പോകുക. ആമേൻ. ഇന്ന് നമ്മൾ ബെന്തിക്കോസാന്ന് പറഞ്ഞ് ബൈബിളും കൊണ്ട് ആമേൻ ഈ തെരുവിൽ നടക്കാൻ നമുക്ക് അല്പം എന്തൊക്കെയോ പ്രശ്നമുള്ളത് പോലെ. ആമേൻ. നിങ്ങൾക്കറിയാമോ, എൻ്റെ വല്യമ്മച്ചിക്ക് 84 വയസ്സുണ്ടായിരുന്നു. ആമേൻ. നിങ്ങൾക്കറിയാം, 7 പെറ്റ, ഇന്ന് 1 പെറ്റാലേ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ നമ്മളിന്ന് അബദ്ധ പറയുന്നവരാ. ആ 7 പെറ്റ എൻ്റെ വല്യമ്മച്ചി ആമേ 12 പശുക്കൾക്ക് കാടിവെള്ളവും കൊടുത്ത്, ആമേ 12 കൊച്ചുമക്കൾക്കുള്ള തിന്നാനും ഉണ്ടാക്കി കൊടുത്ത, ആമേ കടയിൽ ആമേ ബിസിനസ് നടക്കുന്നവർക്ക് ഉല്ലാസ് ചായയും കൊണ്ട് കൊടുത്ത്, ആമേ കോഴികളെ 10-28 നോക്കി, ആമേ ബൈബിളും പിടിച്ചു, ഒരു ലക്ഷ്യമില്ലാതെ താടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആമേ ചുറ്റും കിടക്കുന്ന ഓട്ടക്കാരൻ കളിയാക്കിയിട്ടുള്ള ഞാൻ കേട്ടിട്ടുണ്ട്. ഈ തള്ളയ്ക്ക് നാണമില്ലേ? ആമേ ഇന്ന് ആമേ രാത്രിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അമ്മച്ചിയുടെ പുറകിൽ ആമേ സിന്ദാബാന്ന് വിളിക്കുന്ന കോശ ആമേ ജാഥ പോകുന്നത് പോലെ 12 കൊച്ചുമക്കൾ മണിയടിയായി പോകുമ്പോ ആമേ ഞാൻ അല്പം കുസൃതിയുള്ളവനാ. ഞാൻ ഇവനെ നോക്കിയിട്ട് പറയും, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന്. കാര്യം എന്താണെന്നറിയാമോ, ഇവരെ ആമേ പറയുമ്പോൾ എനിക്ക് അല്പം വേദനയുള്ള കാര്യമോ, ഇന്നും പറയുമ്പോൾ അല്പം ചോറ് തിളക്കുന്ന കൂട്ടത്തിലുള്ള ആളാ ഞാൻ കേട്ടോ. പക്ഷേ ആ തലമുറകളെ ദൈവം ആമേ അനുഗ്രഹിച്ചു. ഇനിയും പറ, ബെന്തിക്കോസാന്ന് പറയാൻ നാണമുണ്ടോ? ഹലോ, ബൈബിൾ പിടിച്ചോണ്ട് പോകുന്നതിന് നാണമുണ്ടോ? ആമേ ബൈബിൾ പിടിക്കുവാണെങ്കിൽ കയ്യിൽ പിടിക്കണം. പ്രൈസലോ, പ്രൈസലോ. വചനം പിടിക്കുവാണെങ്കിൽ കയ്യിൽ തൻ്റെ ഇടത്തോടെ പിടിക്കണം. ആമേ അത് ജീവന്റെ പുസ്തകമാ. ആമേ യോഹന്നാൻ സുവിശേഷം പറയുന്നു, ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അങ്ങനെയെങ്കിൽ ആ വചനം ചുമപ്പാൻ പ്രാപ്തിയുള്ളവർ കരങ്ങളെ ഉയർത്തി ആമേ ശക്തിയോടെ ഇന്ന് രാത്രി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ആമേ കല്ലറവാദിക്ക വന്ന യേശു അവൻ അധികാരത്തോടെയാ വന്നത്. ഈ യേശു കർത്താവ് പച്ചമര കുരിശിന്മേൽ തൂങ്ങപ്പെട്ടവനായി നിന്നു. ആമേ അവന്റെ ശരീരം ആമേ ഉഴുവ് ചാൽ പോലെ ഉഴുതു. അവന്റെ വിലാപ്പുറത്ത് അവനെ കുന്തം കൊണ്ട് കുത്തി അവസാനത്തുള്ള രക്തം വരെ ഈ മാനവകുലത്തിന്റെ പാപത്തിന് വേണ്ടി അവൻ ഊറ്റി തന്നു. ഞാൻ ചോദിക്കട്ടെ, ആമേൻ, ഞാൻ വിശ്വസിക്കുന്നതും ഞാൻ ആഗ്രഹിക്കുന്നതും അവൻ മരിച്ച് ഉടനെ ആകാശമേഘങ്ങൾ കറുത്തിരുണ്ടു, ഇടിമുഴങ്ങി, ഈ പ്രകൃതി പോലും അന്ന് കരഞ്ഞു. ഇന്ന് രാത്രിയിൽ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് പറയുമ്പോ സാം മറ്റോടെ ഇരിക്കാതെ നന്ദിയോടെ കർത്താവിനോട് പറ, എന്റെ യേശു എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു. എന്റെ പാപത്തിന് വേണ്ടി മാത്രമല്ല, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ ദേശത്തിന് വേണ്ടി, എന്റെ കൂട്ടുകാർക്ക് വേണ്ടി, എന്റെ ചാർച്ചക്കാർക്ക് വേണ്ടി എന്റെ യേശു മരിച്ചത്. ആ യേശു വല്ലതും കുറ്റം ചെയ്തിട്ടാണോ? ഒരു കുറ്റവും ചെയ്തില്ല. അവൻ കുറ്റമില്ലാത്തവനെ ക്രൂശിൽ കയറ്റി. മറു സൈഡിൽ ഞാൻ നോക്കിയാണെങ്കിൽ പിശാച് മന്ത്രിച്ചത്, എന്റെ ഭാഷയാണ്, പിശാച് മന്ത്രിച്ചത് ഇവൻ തീർന്നു, ലോകം എന്റെ അനീതലായി, ഇനി ഒരുത്തരും ഗതി പിടിക്കില്ല, ഇവനെ എല്ലാം ഞാൻ എവിടേക്ക് കൊണ്ടുപോകും? തീപ്പൊയ്കയിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെ പദ്ധതിയും പ്ലാനും ഒക്കെ തയ്യാറാക്കി കല്ലറയിൽ വെച്ച് റോമൻ ഇമ്പീരിയൽ മുദ്രയൊക്കെ പതിച്ച് നല്ല തടിമാടന്മാരായ കാവൽക്കാരെ കാവൽ നിർത്തി
എല്ലാ സെറ്റപ്പും ഒക്കെ ചെയ്ത് പീലാത്തോസ് കൂട്ടരും മണിമാളിയിൽ കിടന്നുറങ്ങുമ്പോ രണ്ട് സഹോദരിമാർ എവിടേക്ക് വന്നു? കല്ലറയിൽ വന്നു. അവർ തമ്മിൽ പറഞ്ഞു. ഞാനും പ്രിയ സുരേഷ് പാസ്റ്റർ പറയുവാണെങ്കിൽ ഞാൻ പാസ്റ്ററിന് ചോദിക്കും, പാസ്റ്ററെ ഇന്നലെ സാഹു പാസ്റ്റർ ഏത് വിഷയമാണ് പ്രസംഗിച്ചത്? സാഹു പാസ്റ്റർ നന്നായിട്ടാണ് പ്രസംഗിച്ചത്, ഏത് ദൂതാ പറഞ്ഞതൊക്കെ ഞങ്ങൾ തമ്മിൽ ചോദിക്കും. പക്ഷെ അവർ അങ്ങനെയല്ല ചോദിച്ചത്. അവർ ചോദിച്ചത് ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റി. സഹോദരിമാർ ബലഹീന പാത്രമല്ലേ? അവർ തമ്മിൽ ചോദിച്ചോ ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും? ചിന്തിക്കണം. ചിന്തിക്കാനുള്ള ചെറിയൊരു ക്യാപ്സ്യൂൾ തരാം. അവർ തമ്മിൽ പറഞ്ഞത് സ്വർഗം കേട്ടു. അവർ തമ്മിൽ അവർ ഹൃദയത്തിലെ ആഗ്രഹം പരസ്പരം പറഞ്ഞപ്പോ സ്വർഗം കേട്ടു. ഇന്ന് രാത്രി ഇരിക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ തമ്മിൽ പറ, ഈ വർഷം ഒരു കൂട്ടം ജനം എന്റെ കർത്താവിനെ അറിയും. ഈ വർഷം ഒരു കൂട്ടം ജനം ഈ കർത്താവിനെ അറിയും. ഈ മേനംകുളം ദേശം കർത്താവിനാൽ പിടിക്കപ്പെടും. വിശ്വാസത്തോടെ 10 വട്ടം പറയുന്നേ. അനങ്ങാപ്പാറ പോലെ ഇരിക്കാതെ വിശ്വാസത്തോടെ സഹോദരിമാർ തമ്മിൽ പറഞ്ഞത് സ്വർഗം കേട്ടുവെങ്കിൽ മേനംകുളം ദേശമേ, ദൈവ ജനമേ, പരസ്പരം തമ്മിൽ എന്ന് പറഞ്ഞാട്ടെ. അവർ തമ്മിൽ പറഞ്ഞത് സ്വർഗം കേട്ടു. ദൂതൻ ഇറങ്ങി. 28 മത്തായി സുവിശേഷം 28 അധ്യായം 1 വാക്യം പെട്ടെന്ന് വായിക്കാമോ? മത്തായി സുവിശേഷം 28 അധ്യായം 1 വാക്യം. ശബത്ത് കഴിഞ്ഞ് ഒന്നാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്ന് പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന കല്ലുരുട്ടി നീക്കി. ഒരു മിനിറ്റ്. അവരുടെ വിഷയം എന്തായിരുന്നു? ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും? സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതൻ അവർക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റി. അടുത്ത ഭാഗം പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യം. ആ ദൂതൻ കല്ലിന്മേൽ ഇരുന്നു. എവിടെ പോയാലും നമ്മളൊന്നും ഇരിക്കത്തില്ല. കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാറുണ്ടോ? ഹലോ, കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ഇരിക്കാറുണ്ടോ? ദൂതൻ കല്ലിന്മേൽ ഇരുന്നു. ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് കല്ലറ അടഞ്ഞു പോകാതെ വണ്ണം കർത്താവിന്റെ വരവ് വരെ ആ ദൂതൻ ആ കല്ലിന്മേൽ തന്നെ ഇരിക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ? 2 സഹോദരിമാർ പറഞ്ഞതാണ്, ആര് നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും? ഇന്നും ദൂതൻ ഇരിപ്പുണ്ട്. പ്രൈസലോ. ദൈവമക്കളെ, നിങ്ങൾ പരസ്പരം പറയുവോ പറയാതിരിക്കോ, ഇതൊന്നും സാമ്പാസന്റെ വിഷയമല്ല. നിനക്ക് വിരോധമായി ആര് കല്ലുരുട്ടി മാറ്റിയാലും ദൃശ്യമാകുന്ന മണ്ഡലത്തിൽ കാണാൻ കഴിഞ്ഞില്ലേലും അദൃശ്യമാകുന്ന മണ്ഡലത്തിൽ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൂതഗണങ്ങൾ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന രാജാവിന് വേണ്ടി യുദ്ധം ചെയ്തതുപോലെ 1,85,000 പേരെ വെട്ടിവീഴ്ത്തിയതുപോലെ സ്വർഗത്തിലെ ദൈവത്തിലെ ദൂതൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അവർ തമ്മിൽ പറഞ്ഞ് സ്വർഗം കേട്ടു. ഇന്ന് രാത്രി നമ്മൾ വിശ്വാസത്തോടെ ചിലത് പ്രഖ്യാപിക്കാൻ പോവുക. അല്പസമയം ദൈവം എഴുന്നേറ്റ് നിന്നാട്ടെ. അവർ തമ്മിൽ പറഞ്ഞത് സ്വർഗം കേട്ടു. നമ്മൾ തമ്മിൽ പറയുന്നത് ആര് കേൾക്കുന്നുണ്ടോ? സ്വർഗം കേൾക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു സത്യം, കർത്താവായ യേശു ക്രിസ്തു മരിച്ചിട്ടില്ല. അവൻ മരിച്ചവനായിരുന്നു. എന്നാൽ അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് അവൻ ഇന്നും രാജാതിരാജാവായി കർത്താവായി അവൻ ഇന്നും സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നത്. അവൻ വീണ്ടും തന്റെ കാന്തയാകുന്ന സഭയെ ചേർപ്പാൻ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ പറയുന്നു, ഇവിടെ കയറി വരുവിനെന്ന മഹാശബ്ദം കേൾക്കുവാൻ പ്രത്യാശയോടെ കാതോർത്ത് നിൽക്കുന്ന എന്റെ ദൈവമക്കളെ, ഇന്ന് രാത്രി വിളിച്ചു പറയുന്നത് അവൻ വരും, ഒരു കള്ളനെ പോലെ വരും. ഈ വരും എന്ന് പറയുന്നത് കാലങ്ങളായി മാസങ്ങളായി കേൾക്കുകയാണ്. ഇന്ന് രാത്രിയിൽ എനിക്ക് പറയുവാനുള്ളത് 2020 12 കർത്താവ് വരുമെന്ന് പറഞ്ഞു. 2012 ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞു.
പിന്നെ അത് 18-ൽ തീർന്നു എന്ന് പറഞ്ഞു. പിന്നെ കൊറോണ വന്നപ്പോൾ പറഞ്ഞു ലോകം തീർന്നു എന്ന്. പക്ഷേ തീർന്നിട്ടില്ല. അവൻ കള്ളനെ പോലെ വരും. അവൻ അനേകം കർത്താവിനെ സ്വീകരിപ്പാൻ, തന്റെ ജനമായി മാറുവാൻ, ഇനിയും ഈ ഭൂമിയിലുള്ളതോർത്ത് ഞാൻ എന്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുക. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാ. ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള 2 ചോദ്യം. നിന്റെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി വിട്ടുകൊടുപ്പാൻ തയ്യാറാണോ? ആമേൻ. 5 അപ്പവും 2 മീനും കർത്താവിന്റെ കരങ്ങളിൽ നൽകിയപ്പോ 12 കൊട്ട വടിച്ചെടുപ്പാൻ കഴിവുള്ള ദൈവം ഇന്ന് നമ്മുടെ നടുവിൽ ചിലത് ചെയ്യും. ആമേൻ. മരണം ആമേൻ ഒരു മനുഷ്യനെ ഭയപ്പെടുത്തുന്നതാ. എന്നാൽ 2 സഹോദരിമാർക്ക് വേണ്ടി തന്റെ സഹോദരന്റെ കല്ലറവാതിക്കൽ വന്ന് ലാസറേ നീ പുറത്തു വാ എന്ന് കൽപ്പിച്ച ദൈവശബ്ദം, അത് ജീവന്റെ ശബ്ദമായിരുന്നു, അത് അധികാരത്തിന്റെ ശബ്ദമായിരുന്നു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, കർത്താവേ ഞാനൊരു പാപിയാണ്, എന്നെ നീ എന്റെ കാര്യങ്ങളിൽ സമർപ്പിക്കുക, നീ എന്നെ സഹായിക്കണമേ. എന്റെ അമ്മേ സന്ദർശിമയെ ശ്രമിക്കുന്ന ശ്രോതാക്കളോട്, ദേശനിവാസികളോട് എനിക്ക് പറയുവാനുള്ളത്, യേശു ഇന്നും അത്ഭുതം ചെയ്യുന്നുണ്ട്. ഏതൊക്കെ മേഖലയിൽ അത്ഭുതം ചെയ്യുന്നുണ്ട്. തകർന്ന കുടുംബങ്ങളെ അവൻ ഇന്നും പണിതുകൊണ്ടിരിക്കുന്നു. അവൻ രോഗികളെ അവൻ ഇന്നും സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ കുരുടർക്ക് കാഴ്ച നൽകുന്നു. ഇന്നലെ രാത്രിയിലും എന്റെ നാട്ടിൽ എന്റെ കർത്താവ് ഇറങ്ങി വന്നു. അവൻ 3 മാസം വീൽ ചെയറിലായിരുന്ന ഒരു അമ്മ, അവൻ ഇന്നലെ വെൺമണി ക്രൂസൈഡ് എന്ന് പറഞ്ഞ ക്രൂസൈഡിൽ അവൻ ഗ്രൗണ്ടിന് ചുറ്റും കർത്താവിനെ നൃത്തം ചെയ്തു. യൂട്യൂബിൽ നിങ്ങൾ അടിച്ചു നോക്കണം, വെൺമണി ക്രൂസൈഡ്. അവൻ ഇന്നലെ രാത്രി അവൻ നടന്ന മീറ്റിംഗിലെ സംഭവം ഞാൻ പറയുന്നത്, 3 മാസം മുമ്പ് വീൽ ചെയറിൽ ഇരുന്ന അമ്മ അവൻ ചാടി എഴുന്നേറ്റ് വീൽ ചെയർ മാറ്റിയിട്ട അവൻ ഗ്രൗണ്ടിന് ചുറ്റും നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചത്. ഇന്ന് രാത്രി ഞാനും അതേ നിയമത്തോടെ പരിശുദ്ധാത്മ പ്രേരണയോടെ വിളിച്ചു പറയുക, ഇന്ന് ചിലർ നമ്മുടെ നാട്ടിൽ നടക്കും. ആമേൻ. രക്തസ്രാവക്കാരിയ സ്ത്രീ കർത്താവിന്റെ വസ്ത്രത്തെ തുങ്ങൽ തൊടുവാനൊന്ന് മനസ്സ് കാണിച്ചത് കൊണ്ടാണ്. ആമേൻ. പുരുഷാരത്തിന് തിക്കും തിരക്കും അവൾക്ക് കർത്താവിനെ കാണുവാൻ കഴിയില്ല. പക്ഷേ അവള് തൊട്ടത് കർത്താവിന്റെ വസ്ത്രത്തെ തൊങ്ങില്ല. അതിലൂടെ ഒരു ശക്തി വ്യാപരിച്ചു എന്ന് കർത്താവ് തന്നെ സാക്ഷ്യം പറയുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം വിളിച്ചു പറയുന്നു, ഒരു ശക്തി നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്, ഒരു ശക്തി നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അമേ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞാൻ പോകുക. അമേ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞാൻ പോകുക. ഈ പ്രസംഗിച്ച യേശു കർത്താവ്, അത്ഭുതങ്ങൾ ചെയ്യുന്ന യേശു കർത്താവ്, അവന്റെ ബലം കാണിപ്പാനല്ല അത്ഭുതം ചെയ്യുന്നത്, അവന്റെ രാജ്യത്വം കാണിപ്പാൻ, അവന്റെ പുത്രത്വത്തിന്റെ ആത്മാവിനെ കാണിപ്പാൻ, അവൻ വരുവാനിരിക്കുന്ന മാഷികയെ കാണിപ്പാൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറ, കർത്താവേ നീ എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യണമേ. യെസ്. പക്ഷപാതക്കാരനായ മനുഷ്യൻ ചാടി എഴുന്നേറ്റതുപോലെ ഭൂതഗ്രസ്തനായ മനുഷ്യൻ ആമേൻ അലറിയോടി വന്ന എന്നെ നീ ദണ്ഡിപ്പിക്കുന്നത് എന്തെന്ന് ചോദിച്ചതുപോലെ ഇന്ന് രാത്രി എത്ര പേർ ദൈവത്തിന്റെ മുമ്പിൽ സറണ്ടർ ആകുന്നു? യെസ്. എന്നെ ഒന്ന് സമർപ്പിക്കുന്നു, എന്നെ ഒന്ന് സമർപ്പിക്കുകയാണ്. ചില തലമുറകളുള്ള വിഷയത്തിൽ, വിദ്യാഭ്യാസത്തോടുള്ള വിഷയത്തിൽ, പാപസംബന്ധമായി സ്വസ്ഥതയില്ലാതെ വണ്ണം, സമാധാനമില്ലാതെ വണ്ണം, ഉറക്കമില്ലാതെ വണ്ണം ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഇന്ന് ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ ഈ ഗ്രൗണ്ടിനകത്തേക്ക് വരികയാണെങ്കിൽ നിശ്ചയമായി ഞങ്ങളെ വിടുവിച്ച ദൈവം, ആമേൻ, ലാസറിനെ ഉയർപ്പിച്ച ദൈവം, ആമേൻ, ദീനക്കാരെ, പക്ഷപാതക്കാരെ, കുഷ്ഠരോഗി സൗഖ്യമാക്കിയ എന്റെ കർത്താവ് ഇന്ന് രാത്രിയിൽ നിങ്ങളെ സൗഖ്യമാക്കാനും വിശ്വസ്തനാണ്. രോഗികളായി ഭാരപ്പെടുന്നവരെ നിങ്ങൾ മുമ്പേക്ക് വരുവിൻ. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിയോഗം തരികയാണ്. ആമേ, ശാരീരികമായി മാനസികമായി വ്യതയനുഭവിച്ച, ആമേ, മരുന്നുകളും മന്ത്രങ്ങളും ആശ്രയിച്ച, ആമേ, കഴിച്ചിട്ടും ഇന്നെന്തേ ഇത് മാറാത്തെന്ന് ചോദിക്കുന്ന ചോദിച്ചിരുന്ന വ്യക്തി ജീവിതങ്ങളെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിയോഗത്തോടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പോകുക. കാരണം അമേരിക്കാൻ കൊയർ ഒരു പാട്ടിന്റെ ഇരികൾ പാടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആമേൻ. ഒരു ഗാനം ആലപിച്ചാട്ടെ. Praise to Jesus.
ഉറക്കെ ഉള്ളരിൻ കണ്ണുകൾ തുറക്കും കാലുകേട്ടിടും ചെകിടക്കുമേ ഉള്ളരിൻ കണ്ണുകൾ തുറക്കും കാലുകേട്ടിടും ചെകിടക്കുമേ ഉണർന്നുള്ളവർ കുതിച്ചുയരും ഭൂമരെല്ലാം സ്തുതി മുഴക്കുന്നു ഉണർന്നുള്ളവർ കുതിച്ചുയരും ഭൂമരെല്ലാം സ്തുതി മുഴക്കും അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം കുലങ്ങൾ വീട്ടുടൻ പോകും സർവബാധയും നീങ്ങിടുമേ കുലങ്ങൾ വീട്ടുടൻ പോകും സർവബാധയും നീങ്ങിടുമേ രോഗികളും ആശ്വസിക്കും ഗീതസ്വരം മുഴങ്ങിടുമേ രോഗികളും ആശ്വസിക്കും ഗീതസ്വരം മുഴങ്ങിടുമേ അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം